ആത്മാവിന്റെ സംഗീതം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവിടമാകെ ആ മാന്ത്രിക സംഗീതം അലയടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. കമ്പിപൊട്ടിയ ഗിറ്റാറിൽ അവളുടെ കണ്ണുനീർ തുള്ളികൾ വീണപ്പോൾ ചെളിയിൽ ഒരു മനുഷ്യന്റെ കൈ താഴ്ന്നു പോകുന്നു. അവൾ ഞെട്ടി കണ്ണു തുറന്നു. ദൈവമേ, അതൊരു സ്വപ്നമായിരുന്നോ? അവൾ ചുറ്റും നോക്കി. അനുചേച്ചി നല്ല ഉറക്കമാണ്. അവൾ വെള്ളം കുടിച്ചിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ആരും അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല. കാരണം എവിടെ നേരെ നോക്കിയാൽ കാണുന്ന സെമിത്തേരിയാണ്. അത് തന്നെയാണ് കാരണം. അവൾ അങ്ങോട്ട് കണ്ണു നട്ട് നിന്നു. എന്തേ അങ്ങനെ ഒരു സ്വപ്നം? ലില്ലി ടീച്ചർ പറഞ്ഞ കഥ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. നന്നായിട്ട് ഗിറ്റാർ വായിക്കുമായിരുന്ന അയാളെ സ്നേഹിച്ചൊരു പെൺകുട്ടിയുടെ കഥ. അയാൾ ആരൊക്കെയോ ചേർന്ന് ഇല്ലാതാക്കി. എന്നാൽ അവൾ അതൊന്നും അറിയാതെ അയാൾക്കായി കാത്തിരുന്നു. ഒടുവിൽ അയാളുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അധികം വൈകാതെ അവൾ ഈ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊണ്ടു. എന്നാൽ അവൾക്കായി അയാൾ എന്നും ഗിറ്റാർ വായിക്കാൻ എത്തുമായിരുന്നു. എനിക്ക് ചിരിയാണ് വന്ന്. പ്രണയം എന്ത് വിഡ്ഢിത്തം! ഒരിക്കൽ മാത്രമേ താൻ ആ സാഹസത്തിന് മുതിർന്നിട്ടുള്ളൂ. ജോലി കിട്ടിയ ആദ്യ നാളുകളിൽ തുറന്നു പറയാനുള്ള മടി കാരണം ഒരു കടലാസിൽ ഒഴുക്കിവിട്ട മഷിക്കന്ന് പ്രണയത്തിന്റെ നിറമായിരുന്നു. അടുത്ത ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നോട് ദേഷ്യപ്പെട്ട് ഓർക്കുമ്പോൾ ഇപ്പോഴും വിറച്ചു പോകുന്നു. സമയം 2 മണി കഴിഞ്ഞിരുന്നു. പിന്നീട് ഉറക്കം തന്നെ തേടിയെത്തിയതുമില്ല. സ്കൂളിൽ പോകാനായി സാരി എടുക്കുമ്പോഴാണ് ഫോൺ അടിച്ചത്. ആദ്യമൊന്ന് സംശയിച്ചു, പിന്നീട് അറ്റൻഡ് ചെയ്തു. മറുവശത്തുനിന്നും ഭീഷണി എത്തി. കോടതിയിൽ സാക്ഷി പറയരുത്, അതാണ് ആവശ്യം. എന്നാൽ അവരുടെ ഭീഷണി അവഗണിച്ചുകൊണ്ട് അവൾ ഫോൺ വെച്ചു. പട്ടാപ്പകൽ നടു റോഡിൽ വെച്ചാണ് അയാൾ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ വെട്ടിയത്. എന്താ അബി, ആരെ വിളിച്ച്? അനുചേച്ചിയാണ് ചോദിച്ചത്. ഭീഷണിയാണ്, സാക്ഷി പറയരുത്. അത് തന്നെ. എൻ്റെ പൊന്നബി, ഇത് അപകടം പിടിച്ച കളിയാട്ടോ. ആയിക്കോട്ടെ, കണ്ട കാര്യം ഞാൻ പറയും. നീ മാത്രമായിരുന്നില്ലല്ലോ കണ്ടത്. വേറെ ആരും എന്താ പറയാതിരുന്ന്? കാരണം അവർക്കൊക്കെ സ്വന്തം ജീവനിൽ കൊതിയുണ്ട്. ചേച്ചിയുടെ പ്രായത്തിലൊരു സ്ത്രീയുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവിയിലും മുഴങ്ങുന്നുണ്ട്. അവരുടെ മകൾക്ക് ചേച്ചിയുടെ ഉണ്ണിക്കുട്ടിൻ്റെ അത്രയും കൂടി പ്രായമില്ല. ശാന്തമായി പറയുന്നവളോട് തിരിച്ചൊന്നും പറയാൻ അനുവിന് തോന്നിയില്ല. തൻ്റെ ഭർത്താവിനാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ താനിങ്ങനെ പറയുമോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അവളുടെ ജീവനെ കരുതിയാണ് താനിങ്ങനെ പറയുന്നതെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇറങ്ങട്ടെ ചേച്ചി, പിന്നെ ഞാനിന്ന് വരില്ല കേട്ടോ. ആബിയുടെ കൂടെ പോകും. അതും പറഞ്ഞ അവൾ അവിടെ നിന്ന് ഇറങ്ങി. സ്കൂളിലായിരിക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ ആബിയുടെ വരവിനെ കുറിച്ചായിരുന്നു. സ്കൂൾ വിട്ടപ്പോഴേക്കും ആബ കാറുമായി എത്തിയിരുന്നു. ഇതെൻ്റെ അനിയന് ആബിൽ എബ്രഹാം. അവൾ ലില്ലി ടീച്ചർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവൻ്റെ വാടക വീട്ടിലേക്കായിരുന്നു. അവിടെ അവൻ്റെ ഭാര്യ ജെന്നിഫറും അവളുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. രാത്രിയിൽ അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് ചർച്ച തുടങ്ങിയത്. ആരുടെയും ഉള്ളമറിയാതെ അബികയിൽ അവിടെ ആബയെ സ്നേഹത്തോടെ നോക്കിയിരുന്നു. ജെന്നിയുടെ പപ്പ സംസാരത്തിന് തുടക്കമിട്ടു. മോളെ അബികയിൽ, മോൾക്കിപ്പോൾ എത്ര വയസ്സായെന്നറിയോ? ഒരു കല്യാണമൊക്കെ വേണ്ടേ മോളെ? എനിക്കിപ്പോൾ വയസ്സ് 29 കഴിഞ്ഞു. വിവാഹം അത് വേണ്ട എന്നൊന്നും വെച്ചിട്ടില്ല. നടക്കുമ്പോൾ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല ചേച്ചി. അപ്പച്ചനും അമ്മച്ചില്ലാത്ത സ്ഥിതിക്ക് ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ഞാനാണ്. ആബാ, നിനക്കെൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടാവും. വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോളെ, ഇവരെത്ര നാളെന്ന് വെച്ച് ഈ വാടക വീട്ടിൽ താമസിക്കും? ഇവർക്കും സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? അത് ഇവൻ്റെ തീരുമാനമല്ലേ. ഇവന് വീട്ടിൽ താമസിക്കാമല്ലോ. അതാണെങ്കിൽ അടച്ചിട്ടിരിക്കുമല്ലേ. മോള് പറഞ്ഞ് ശരിയാ. അതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് ശരിയല്ല. ഇവർക്കാണെങ്കിൽ പുതിയൊരു വീട് വെക്കാനും പ്ലാനുണ്ട്. അപ്പം പിന്നെ ആ വീട് വിൽക്കുന്നതല്ലേ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അങ്കിളെന്താ ഈ പറയുന്നത്? അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒരു ആയുസിൻ്റെ വിയർപ്പ് ആ വീട്, അത് വിൽക്കാനോ? മോൾ ഈ സെന്റിമെന്റ്സ് ഒന്ന് മാറ്റിവെച്ച് ചിന്തിക്കുക. ആ വീട് കുറച്ച് ഉള്ളിലോട്ടല്ലേ. എൻ്റെ മോൾ അവിടെ ഷെയർ ഇടുന്നുണ്ട്. വീട് ആൺമക്കൾക്കുള്ളതാ. മോളുടെ വിവാഹം നമുക്ക് ഈ പൈസക്ക് നടത്താം. ആബാ, നിന്റെ തീരുമാനം ഇത് തന്നെയാണോ? എനിക്ക് വേണ്ടി ആ പപ്പ ഇപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ ആ വീട് ഇപ്പം ഇങ്ങനെ കിടന്നിട്ട് ആർക്കും എന്ത് പ്രയോജനം? ചേച്ചിയായിട്ട് ചുമ്മാ ഉടക്കാൻ നിൽക്കരുത്. നിനക്ക് എങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നി ആബാ? വീട് എന്നാൽ കുറെ കല്ലും മണ്ണും കെട്ടിവെച്ചൊരു കെട്ടിടമല്ല. ആ വീടിനൊരു ആത്മാവുണ്ട്. ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ പറയുന്ന ചേച്ചിക്ക് പണ്ടേ ഉള്ളതാ. ചേച്ചി കല്യാണം കഴിച്ച് പോകാനുള്ളതാ. അത് ഓർമ്മ വേണോ? എനിക്ക് വേണ്ട, നീ എടുത്തോ. പക്ഷെ അത് വിൽക്കരുത്. എൻ്റെ മോളെ ഇങ്ങനെ വാശി പിടിക്കാതെ. ഞങ്ങൾ മോൾക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ബന്ധം തന്നെയാണ്. പിന്നെ മോൾക്ക് 30 വയസ്സാവുമല്ലോ. പയ്യൻ ഡിവോഴ്സ് ചെയ്യാണ്. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇപ്പം ഇത്ര വലിയ കാര്യമാണോ? മോളറിയും, സാമലക്സ് അവനാ. ആഹാ, കൊള്ളാം, നല്ല ബന്ധം. ലഹരി മരുന്നിന് അഡിക്റ്റായി ബോധമില്ലാതെ നടക്കുന്ന അയാൾ. ആ പെണ്ണ് ജീവനം കൊണ്ട് ഓടിയതാ അയാളുടെ അടുത്തുനിന്ന്. പണ്ട് അയാളുടെ ആലോചന വന്നപ്പോഴേ അപ്പച്ചൻ വേണ്ടാന്ന് പറഞ്ഞതാ. അപ്പച്ചൻ അങ്ങനെ വേണ്ടാന്ന് വെച്ച് രാജകുമാരനെ കാത്തിരുന്ന് ഒടുക്കം എല്ലാം കഴിഞ്ഞ ഒരു തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. എന്നിട്ടോ എല്ലാം ചേച്ചിക്ക് അറിയാവുന്നല്ലേ. അവൻ വേറൊരുത്തിയുടെ കൂടെ ഒളിച്ചോടി പോയി. കൂടെ അപ്പച്ചന്റെ ജീവനും പോയി. നിന്നോർത്ത് വിഷമിച്ച് അമ്മച്ചിയും പോയി. അങ്ങനെ രണ്ടുപേരുടെയും ജീവൻ നീ എടുത്തു. ആബാ, അതൊരു അലർച്ചയായിരുന്നു. എന്നും പറയാന്ന് കരുതരുത്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അമ്മച്ചി എന്നെ ഓർത്തിട്ടാണോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനായിരുന്നു അമ്മച്ചി വിഷമിച്ചതെന്ന്. ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കാൻ ഇത് ചേച്ചിയുടെ വീടല്ല, ഇത് ഞാൻ റെന്റ് കൊടുക്കുന്ന വീടാ. അത് കേട്ടതും അവൾ ഒരു നിമിഷം അവിടെ തറഞ്ഞുപോയി. ഉടനെ ഓടിപ്പോയി കൈ കഴുകി. എല്ലാവരും അവൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല.
റൂമിൽ പോയി ജെനി നൽകിയ നൈറ്റ് മാറ്റി സാരി എടുത്തു ശേഷം ബാഗ് എടുത്ത് ഇറങ്ങി. ഞാൻ പോവാ, നീ റെന്റ് കൊടുക്കുന്ന വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല, ഒരലർച്ചയോടെ പറഞ്ഞ് അബി ആ വീട്ടിൽ നിന്ന് പണിയിറങ്ങാൻ തുടങ്ങി. ചേച്ചി നീ കളിക്കല്ലേ, ആബ പറഞ്ഞു. അതെ, സഹോദരങ്ങളാകുമ്പോൾ വഴക്കും പിണക്കൊക്കെ ഉണ്ടാവും, അത് സർവ്വസാധാരണയാ എന്ന് വെച്ച് ഇറങ്ങിപ്പോവുകയല്ലേ വേണ്ട. മോളിരിക്കെ, സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാം. ജെനിയുടെ പപ്പയുടെ കൗശലം നല്ലപോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾക്ക്. വേണ്ടെങ്കിൽ ഇനി ഇവിടെ ആരെന്ത് പറഞ്ഞാലും ഞാൻ നിൽക്കില്ല, എന്റെ കൂടെ പേരുള്ള വീടാണത്, അത് വിൽക്കാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് പിന്നെ ആരുടെ വിളിയും കാത്തിൽക്കാതെ അവളോട് ഇറങ്ങി. ജെനിയുടെ പപ്പ കണക്കൂട്ടുകൾ തെറ്റിപ്പോയെന്നോർത്ത് പരിഭ്രമിച്ചു. അഹങ്കാരി. അനുചേച്ചിയുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാലും സാരമില്ല, വീടെത്താറായി. ഇവിടെയൊക്കെ കുറച്ച് വീടുകളേ ഉള്ളൂ, വിരലെണ്ണാൻ മാത്രമുള്ളത്. വഴിയാകെ വിജനമായിരുന്നു. ആരോ തന്നെ പിന്തുടരുന്ന പോലെ അവൾ തിരിഞ്ഞു നോക്കി. ചിലപ്പോൾ തോന്നിയതാവും. ചിന്തിച്ചതും മനസ്സിലൊരു പേടി നിറഞ്ഞു. വീണ്ടും തിരിഞ്ഞു നോക്കി. ആരുടെയും മുഖം വ്യക്തമല്ല. മനസ്സിൽ ഭയം തോന്നി. അവർ തനിക്ക് നേരെയാണ് വരുന്നതെന്ന് മനസ്സിലായി. അവൾ ഓടി. അവളുടെ പുറകെ അവരും. പള്ളിയെത്താറായി. തളർന്നു പോയിരുന്നവൾ, പക്ഷെ പുറകെ തന്നെയുണ്ട് അവരും. അവൾ സെമിത്തേരിയിലേക്ക് ഓടി. ഒടുവിൽ ആരുടെയോ കല്ലറയുടെ പുറകിൽ ഒളിച്ചിരുന്നു. തളർച്ച കൊണ്ട് അവൾ അബോധാവസ്ഥയിലേക്ക് വീഴുമ്പോൾ അവിടം അവളുടെ രക്തത്തിനായി കഴുകന്മാർ വട്ടമിട്ട് നിരന്നിരുന്നു. ഇടറുന്ന കാലടികളോടെ അയാൾ നടന്നു. മറ്റൊരാൾ അവിടെ കണ്ടതോടെ ഗുണ്ടകൾ അവരുടെ ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങി. തെളിവുകളൊന്നും തന്നെ ഉണ്ടാവിരുന്ന അവർ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. അയാൾ സെമിത്തേരിയിലേക്ക് കടന്ന് കല്ലറകളെ കൈവീശി കാണിച്ചു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നിങ്ങളെ കാണാൻ വീണ്ടും വന്നു. അയാളുടെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഇരുട്ടായിരുന്നെങ്കിലും കൃത്യമായി അയാൾ ആ കല്ലറക്ക് മുമ്പിലെത്തി. ശേഷം കയ്യിൽ കരുതിയ പൂക്കൾ അയാൾ കല്ലറക്ക് മുകളിൽ വെച്ചു. ഈ രാത്രി മുഴുവൻ എനിക്ക് മടി കിടക്കണം പറഞ്ഞുകൊണ്ട് അയാൾ കല്ലറക്ക് മുകളിൽ തലവെച്ച് കിടന്നു. എന്നിട്ട് മുഖമുയർത്തി നോക്കി. കരയാനാണ് ഭാവെങ്കിൽ ഞാൻ ഇനിയും വഴി വരില്ല കേട്ടോ. അതും പറഞ്ഞ അയാൾ പൊട്ടിച്ചിരിച്ചു. കണ്ടോ, പറയേണ്ടതുപോലെ പറഞ്ഞപ്പോ കരച്ചിൽ നിർത്തിയത്. പെട്ടെന്നാണ് അയാൾ അത് ശ്രദ്ധിച്ച്. കല്ലറക്ക് പുറകിൽ ചുവന്ന നിറത്തിൽ എന്തോ കാണുന്നു. അയാൾ വേച്ച് അങ്ങോട്ടേക്ക് ചെന്നു. ആദ്യം അതൊരു ചുവന്ന തുണിയായി തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ചുവന്ന സാരിയുടെ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. വല്ല ആത്മാവാണോ? കല്ലറക്കകത്ത് കിടന്ന് മടുത്ത് പുറത്തേക്ക് വന്നാവും. കണ്ടോ, കണ്ടു പഠിക്ക്. അയാൾ ആ കല്ലറക്ക് മുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അതൊരു ആത്മാവല്ല, ശ്വാസമുള്ളൊരു സ്ത്രീയാണെന്ന് മനസ്സിലായ അയാൾക്ക്. ഈ സമയത്ത് ഇവിടെ ബോധമില്ലാത്തൊരു പെണ്ണ്. അയാളുടെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തു. കണ്ണൂർ നോക്കിയപ്പോൾ താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഏതോ ഒരു ചെറിയ മുറി. തനിക്ക് എന്താണ് സംഭവിച്ചത്? ഗുണ്ടകൾ തനിക്ക് പുറകെ വന്ന ഓർമ്മയുണ്ട്. അവർ തന്നെ പിടികൂടി കൊണ്ടുവന്നാണോ? കർത്താവേ! പെട്ടെന്ന് അവിടെ ഒരു കാറ്റും സംഗീതവും ഒഴുകിയെത്തി. പിയാനോയിൽ നിന്ന് വരുന്ന സംഗീതത്തിന് ഒരു വിഷാദത്തിന്റെ ഛായ ഉണ്ടായിരുന്നു. ഇനി കാമുകിക്കായി വരുന്ന പാട്ടുകാരന്റെ ആത്മാവായിരിക്കുമോ? ഭയം കൊണ്ടാണോ എന്നറിയില്ല. ചിന്തകൾ പല വഴിക്ക് പോയി. പതിയെ അവിടുന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ മുറിയിൽ മെഴുകുതിരി വെളിച്ചം മാത്രമേ ഉള്ളൂ. ആരോ പുറകു തിരിഞ്ഞിരിക്കുന്നു. പിയാനോക്ക് മുന്നിലിരിക്കുന്ന അയാൾ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രം മുറിയിലെ ഇരുട്ടിനോട് അലിഞ്ഞ് ചേർന്നിരിക്കുന്നു. ഞാൻ ഭയത്തോടെ അയാളെ നോക്കി നിന്നു. ഇയാൾ ഒരുപക്ഷെ തന്നെ ഉപദ്രവിക്കാവുന്നവരുടെ കൂട്ടത്തിലുള്ളതായിരിക്കാം. ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഞാൻ വേഗം തിരിഞ്ഞടന്നു. പെട്ടെന്ന് ആ സംഗീതം നിലച്ചു. തിരിഞ്ഞു നോക്കി. അയാൾ എന്നെയും നോക്കി ഒരു മെഴുകുതിരി എടുത്ത് അടുത്തടുത്തായി വരുന്നു. ആ മുഖം താൻ ഇതിനുമ്പ് എവിടെയും കണ്ടിട്ടില്ല. താൻ എഴുന്നേറ്റോ? തനിക്ക് രാത്രിയിൽ എഴുന്നേറ്റെടുക്കുന്ന പോലെ അസുഖമുണ്ടോ? കേട്ടോ? ഞാൻ സംശയത്തോടെ അയാളെ നോക്കി. വേറൊരു സ്ഥലം കിട്ടാനായിട്ടാണോ സെമിത്തേരി വന്ന് കിടന്ന്? അവളൊരു നിമിഷം ആലോചിച്ചു. ഇയാൾ ആരെയെന്ന് തനിക്കറിയില്ല, എങ്കിലും ഒന്നും തുറന്നു പറയാത്താണ് നല്ലത്. എന്തെങ്കിലും ആവട്ടെ, തന്നെ കണ്ടിട്ട് മനഃപൂർവ്വം വന്ന് കിടന്നാണെന്ന് തോന്നില്ല. ആരെയോ ഭയന്ന് വന്നാണെന്ന് തോന്നി. അവൾ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. എന്നതായാലും അവിടെ ചുമ്മാ എടുത്താൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇതെവിടെയാ? അവൾ ചോദിച്ചു. താൻ പേടിക്കൊന്നും വേണ്ട, ഇതാ സെമിത്തേരി കഴിഞ്ഞ് കുറച്ച് ദൂരെയാ. ഇതാരുടെ വീടാ? എൻ്റെ വീട്, പക്ഷെ ഞാനിവിടെ താമസിക്കാറില്ല. കണ്ടില്ലേ, കറണ്ടൊന്നുമില്ല. നിങ്ങളുടെ വീട് ഇതാണെങ്കിൽ എന്താ ഇവിടെ നിൽക്കാത്തത്? ഈ വീട് എന്ന് പറയുന്നതിലൊക്കെ എന്ത് കാര്യമുള്ളത്? മരിച്ചു പോകുമ്പോൾ നമ്മളിതൊക്കെ കൊണ്ടുപോകും. ജീവിച്ചിരിക്കുമ്പോൾ എവിടെയെങ്കിലും കയറി കിടക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മണിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അയാൾ അത്രയും പറഞ്ഞ അവൾ ആലോചനയോടെ നിന്നു. ശരിയാണോ? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അത് മരണമാണ്. വീടും സ്ഥലവും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ വീട് ഇഷ്ടം പോലെ നടക്കട്ടെ. വീട് വിൽക്കാൻ തനിക്ക് സമ്മതമാണെന്ന് പറയണം. ഞാൻ അയാളെ വീണ്ടും നോക്കി. എന്നെ ശ്രദ്ധിക്കുന്നേയില്ല. തൻ്റെ പേരെങ്കിലും ഇയാൾ ചോദിക്കുമെന്ന് കരുതിയിരുന്നു. ഞാൻ പോയിക്കോട്ടെ? അവൾ അയാളോടായി ചോദിച്ചു. ശരി, പോയിക്കോ. ഒറ്റവാക്കിൽ തന്നെ മറുപടി കിട്ടി. അവൾ പോവാതെ അവിടെ തന്നെ നിന്നു. അയാൾ അല്പനേരം കഴിഞ്ഞ് മുഖമുയർത്തി നോക്കി. താനിതുവരെ പോയില്ലേ? ഇവിടുന്ന് ഞാനിങ്ങനെ ആ വാതിലൊന്ന് പോയിക്കോ, അടച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് അവൾ വാക്കുകൾക്കായി പരതി. രാത്രി ഒത്തിരി നേരം വൈകിയല്ലോ, ഞാനിനി എങ്ങനെ പോകും? ആരണ്ട വിളിച്ചതിൽ അയാളുടെ മുഖത്ത് വിരിഞ്ഞ അതിശയം അവൾ കണ്ടു. താനല്ലേ ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞു.
രാത്രിയിലും സെമിത്തേരി കിടന്നുറങ്ങുന്നത് തനിക്ക് പേടിയോ? അയാളുടെ വാക്കിൽ അല്പം പരിഹാസം കലർന്നിരുന്നു. അതെ, ഞാനവിടെ കിടന്നുറങ്ങിയല്ല, തലയിറങ്ങി വീണതാ. തനിക്ക് തലയിറങ്ങാൻ സെമിത്തേരി കണ്ടുള്ളൂ. അതോടെ താനിന്ന് ആഹാരമൊന്നും കഴിച്ചില്ലേ? അപ്പോഴാണ് അവളത് ഓർത്ത്. ഇന്ന് മുഴുവൻ ആബയെ കാണുന്ന തിരക്കിലായതിനാൽ രാവിലെയും ഉച്ചക്കൊന്നും കഴിച്ചില്ല. രാത്രി ഭക്ഷണത്തിന് മുന്നിൽ നിന്നാണ് ഇറങ്ങിപ്പോന്നു. ഓർത്തപ്പോൾ കരച്ചിൽ വന്നു. കഴിച്ചില്ലെന്ന് മനസ്സിലായി. എന്തായാലും ഇവിടെ ഒന്നുമില്ല. എനിക്ക് വഴി കാണിച്ചെന്നാൽ മതി, ഞാൻ പൊക്കോളാം. തനിക്കെങ്ങോട്ടാ പോകണ്ട്? ആ സെമിത്തേരിയുടെ അടുത്ത് തന്നെ മതി. അല്ല, താമല ലക്ഷ്യം മറ്റാണോ? അല്ല, കണ്ടാലും അങ്ങനെ തോന്നും. എൻ്റെ വീട് അതിൻ്റെ അടുത്താണ്. ദേഷ്യം വന്നെങ്കിൽ അത് മുഖത്ത് കാണിച്ചില്ല. നേരെ 2 മണിയാകാൻ പോകുന്നു. ഈ സമയത്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ഞാൻ തന്നോട് പറഞ്ഞിരുന്നോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ഞാൻ അവിടെ കിടന്നത് തനിക്കെന്താ? എന്നാൽ തമ്പുരാട്ടി അവിടെ തന്നെ കൊണ്ടു കിടത്തിയേക്കാം. അല്പം മനുഷ്യത്വം കാണിച്ചപ്പോൾ എൻ്റെ മുക്കിട്ട് കയറാൻ വരുന്നോ? ഇപ്പം തന്നെ കൊണ്ടുകിടത്തി തരാം. ആരെങ്കിലും വന്ന് കൊന്നു നിന്നിട്ട് എനിക്കെന്താ? തനിക്കിപ്പോൾ എന്താ വേണ്ടത്? വേണമെങ്കിൽ ഇപ്പം തന്നെ അവിടെ കൊണ്ടാക്കാം. പിന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കുടുങ്ങും. അതോർത്തിട്ടാ വേണി നേരത്തെ കിടന്ന് മുറി പോയി കിടന്നോ. പിന്നെ ഞാൻ എന്തായാലും തന്നെ കയറി പീഡിപ്പിക്കാനൊന്നും വരില്ല. എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ആ റൂമിൽ തൻ്റെ ബാഗുണ്ട്. അപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്ത് ഓടിപ്പോയി ബാഗിൽ ഫോണുണ്ടോ നോക്കി. അതിന് ചേച്ചി വിളിച്ചാലോ? വേണ്ട, ചേച്ചി പുറക്കത്തില്ല. ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുന്നതിനെയാണ് നല്ലത്. അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ടും മതിവരാതെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ മേശ അങ്ങോട്ടേക്ക് വലിച്ചിടുകയും ചെയ്തു. ഫോണുമായി അവൾ കട്ടിലേക്ക് കിടന്നു. ക്ഷീണം കൊണ്ടാവാം കിടന്നപാടെ മയങ്ങിപ്പോയി. വെളുപ്പിനെ സെമിത്തേരിയുടെ ഗേറ്റ് തുറന്നെടുക്കുന്ന കണ്ട് ഫാദർ കപ്പ്യാർ അന്വേഷിച്ചു. ഫാദർ അയാളെ വഴക്ക് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് കപ്പ്യാർ പോയി. അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റ് ഫോണെടുത്ത് നോക്കി. സമയം 5 മണി കഴിയാറായിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത ചൂടും അനുഭവപ്പെട്ടു. ഫോണിന്റെ ടോർച്ച് വെളിച്ചത്തിൽ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. അതും മനസ്സിലോർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്തോ ഒന്ന് കാലിൽ തടഞ്ഞു. അയ്യോ, എന്താ? ഞെട്ടിപ്പോയ അയാൾ ചോദിച്ചു. സോറി, അത് ഞാൻ പോകാൻ വേണ്ടി. പേടിച്ചിട്ടാണെങ്കിലും ആൾ വിക്കി വിക്കി പറഞ്ഞു. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണോ പോകുന്നത്? അയാൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് തിരിച്ചു പോകണം. ശരി, എന്നാൽ കൊണ്ടുപോയാക്കാം. മനുഷ്യനെ മെനക്കെടുത്താൻ. അയാൾക്കൊപ്പം പുറത്തേക്ക് നടന്നു അവൾ. വഴികളൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ശരി, തനിക്കിപ്പോൾ സമാധാനമായല്ലോ. സെമിത്തേരിയുടെ അടുത്തെത്തിയപ്പോൾ അവളോട് ചോദിച്ചു. ശേഷം അയാൾ തിരിഞ്ഞു നടന്നു. അവൾ വീട്ടിലേക്ക് നടന്നു. അവൾ ആരാണെന്ന് അയാൾ ചോദിച്ചില്ല. അയാളുടെ പേര് അവളും ചോദിച്ചിരുന്നില്ല. ഞങ്ങളുടെ വീടിന്റെ ഉടമസ്ഥൻ തന്നെയാണ് താഴെ താമസം. ഉറക്കച്ചടവോടെ വാതിൽ തുറന്നാനു മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ട് ഞെട്ടി. അവളൊരു തളർച്ചയോടെ അകത്തേക്ക് കടന്നു. അല്ല, ഇന്ന് അനിയൻ്റെ അടുത്ത് നേരെ സ്കൂളിൽ പോകുന്നു പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? അവൾ മറുപടി പറയാതെ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പിവെള്ളം ആർത്തിയോടെ കുടിച്ചു. വല്ലാത്ത ക്ഷീണം ചേച്ചി, ഞാനൊന്ന് കിടക്കട്ടെ, എല്ലാം പിന്നെ പറയാം. അതും പറഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് ഒരു തളർച്ചയോടെ വീണു. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അനുവളെ വിളിച്ചു. ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അബി? ഇല്ലേ ചേച്ചി, ഇന്ന് ലീവ് എടുക്കുക, തളർച്ചയോടെ പറഞ്ഞു അവൾ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കുക കേട്ടോ. അതും പറഞ്ഞ് അനു പോയി. ഒരു ദിവസം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു അവളിൽ. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് വീണ്ടും കിടന്നു. അതേസമയം ആബയെ ഉപദേശിക്കുകയാണ് ജെനിയുടെ വീട്ടുകാർ. റൂമിലെത്തിയ ആബ ചേച്ചി വിളിക്കാൻ തീരുമാനിച്ചു. ആബ, നീ ആരെ വിളിക്കാൻ പോകുന്നത്? ജെനി അന്വേഷിച്ചു. ചേച്ചിയെ. അവ മറുപടി കൊടുത്തു. അപ്പൊ ഇതുവരെ വിളിച്ചില്ലേ? ഇന്നലെ രാത്രി പോയിട്ട് ഇതുവരെ വിളിച്ചില്ലേ നീ? ഞാൻ ഇറക്കി വിട്ടൊന്നല്ലോ, അഹങ്കാരം കൊണ്ട് പോയതല്ലേ. ഇന്നലെ എല്ലാവരും എത്ര പറഞ്ഞ, എന്നിട്ട് കേട്ടോ അവള്? ആബേൽ, അവരെന്റെ പപ്പയും മമ്മിയാ. അപ്പൊ അവരെന്നെ കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെയാണോ? പെങ്ങള് നിന്റേതാ, അതാലോചിച്ചാൽ നല്ലത്. അതും പറഞ്ഞ് ജെനി അവിടെ നിന്ന് പോയി. ഹലോ, ഞാനയച്ചി. ചത്തോന്നറിയാൻ വിളിച്ചാണോടാ? എന്നാ കേട്ടോ, ചത്തില്ല, ജീവനോടെ ഉണ്ട്. ചേച്ചിയുടെ ഇതുപോലുള്ള സംസാരം കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു കയറുന്നത്. എന്നാൽ എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാം. നീ പറഞ്ഞ എനിക്ക് സമ്മതം, വീട് വെക്കാം. ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലോ. ഇനി ചേച്ചിയുടെ കല്യാണം ഞാൻ നടത്തും. അതിനുവേണ്ടി നീ ബുദ്ധിമുട്ടണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചേച്ചി ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? നിന്നോട് എനിക്കൊന്നും പറയാനില്ല. നീ നഷ്ടപ്പെടുന്ന എന്താണെന്ന് എനിക്കറിയില്ല, അത്ര തന്നെ. പറഞ്ഞതും കണ്ണ് നിറഞ്ഞിരുന്നു. വൈകുന്നേരം അനുചേച്ചി വന്നപ്പോൾ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വിവാദത്തിന് സമ്മതിക്കുന്നതെന്ന് ചേച്ചി പറഞ്ഞു. മാത്രമല്ല, വീട് വിൽക്കുമ്പോൾ പകുതി പണം വാങ്ങണമെന്നും ചേച്ചി ഉപദേശിച്ചു. അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇടയ്ക്ക് അയാളെക്കുറിച്ച് ഓർത്തു. സെമിത്തേരിയിൽ കാമുയിക്കായി വരുന്ന പാട്ടുകാരനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിച്ചിരിയായിരുന്നു കിട്ടിയ മറുപടി. അത് ആളുകൾക്കിടയിൽ കൗതുകമുണർത്തുന്ന കഥ മാത്രമാണെന്നാണ് ചേച്ചിയുടെ പക്ഷം. രാത്രിയിൽ തനിക്ക് നേരെ വന്ന ആക്രമിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. കോടതിയിൽ ഞാൻ സാക്ഷി പറയാതിരിക്കാനാവാം. പക്ഷെ അതുകൊണ്ടൊന്നും തളർന്നു പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇതൊക്കെ വന്നാലും ജീവനോടെ ഉണ്ടെങ്കിൽ കോടതിയിൽ ഞാൻ സാക്ഷി പറയുക തന്നെ ചെയ്യും. സ്കൂളിൽ ഒരു സംഗീത അധ്യാപനം ആവശ്യമുണ്ടെന്ന് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന അയാളെയാണ്. മനോഹരമായി പിയാനോ വായിച്ച അപരിചിതന്. അയാൾ ആരാണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. വീടും സ്ഥലവും മേടിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് ആബ പറഞ്ഞു. താൻ ഈ ഭൂമിയിൽ അനാഥയാവുകയാണെന്ന് അവൾ അറിഞ്ഞു. ദിനം പ്രതി അവളിൽ വിഷാദം എന്ന അവസ്ഥ വർദ്ധിച്ചു വന്നു.
ഉറക്കമില്ലാത്ത രാത്രിയിൽ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് നോക്കിയിരിക്കും. തന്നെ ആകർഷിക്കുന്ന സെമിത്തേരിയോ അതോ മരണമോ, അതുമല്ലെങ്കിൽ ആരും കേൾക്കാതിരുന്ന സംഗീതം താൻ കേട്ടു തുടങ്ങിയതോ. ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് തന്നെ കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടത്. എന്താ ചേച്ചി, എന്നെ കാണാൻ വന്നാണോ? എനിക്ക് ടീച്ചറോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവിന് പറ്റിയ കേസിലാണ് താൻ സാക്ഷി പറയാൻ പോകുന്നത്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ടീച്ചർ സാക്ഷി പറയരുത്. എന്താ? ആളൊരു ഞെട്ടലോടെ ചോദിച്ചു. കാര്യം പ്രതിൻ്റെ ചേട്ടനാണല്ലോ. ചേട്ടനെ എനിക്കറിയാം. ഇപ്പോഴാണോ ചേട്ടനോട് സ്നേഹം വന്ന്? ആളൊരു ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് സ്നേഹത്തിൻ്റെ കാര്യമൊന്നുമല്ല ടീച്ചറെ. അവർ തമ്മിൽ കാശിൻ്റെ കാര്യത്തിലായിരുന്നു വഴക്ക്. എന്നാൽ ഇപ്പം അത് ഒത്തുതീർപ്പിലെത്തി. എന്നിട്ട് കേസ് വേണമെന്ന് നോക്കാനാവോ? ഈ കേസ് കൊണ്ട് ചേട്ടനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് 8ന്റെ പണി കിട്ടുകയും ചെയ്യും. ഒരു കുടുംബമുള്ള ആ ടീച്ചറെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ വന്ന ഓർമ്മയുണ്ടോ? നിങ്ങളത് മറന്നോ? അന്ന് എൻ്റെ ജീവൻ പോലും നോക്കാതെയാ ഞാൻ നിങ്ങളോട് സാക്ഷി പറയാമെന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ ശരിയാ, പക്ഷെ അതിനെന്താ? ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന്. പിന്നെ ടീച്ചർക്ക് എന്താ? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഒരാളെ വെട്ടിയിട്ട് അതും പട്ടാപ്പകല്, എന്നിട്ട് അയാൾ ഒരു കുഴപ്പമില്ല പുറത്തു വന്നാ അയാൾ വീണ്ടും ഇതിനെ ആവർത്തിക്കില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? അതൊക്കെ ടീച്ചർ നോക്കുന്ന എന്തിനാ? ചെറിയ പ്രായമല്ലേ, ഇപ്പൊ സ്വന്തം ജീവൻ നോക്ക്. അത് കേട്ടത് അവൾക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി. നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട, കോടതിയിൽ കണ്ട കാര്യം മാത്രമേ ഞാൻ പറയൂ. സാധാപം കൊണ്ട് പറഞ്ഞതാ. വെട്ടിയത് ചേട്ടനല്ലെന്ന് എൻ്റെ ഭർത്താവ് പറയും. ടീച്ചർ സാക്ഷി പറഞ്ഞോട് പ്രത്യേകിച്ചൊന്നും നടക്കില്ല. പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ. അതും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി. അവൾ ആ സ്ത്രീ വന്ന കാര്യം അനുവിനോട് പറഞ്ഞു. എല്ലാവരും സ്വാർത്ഥരയിച്ച് എൻ്റെ ജീവൻ പോലും നോക്കാതെ ഞാൻ ഇപ്പൊ കുറെ കാശ് കിട്ടിയപ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ അബി? ആ രവീന്ദ്രൻ, അയാളൊരു പക്കാ ക്രിമിനലാ. നീ മാത്രമായിരുന്നില്ലല്ലോ കണ്ടത്. അവിടെയുള്ളവർ എന്തുകൊണ്ട് സാക്ഷി പറഞ്ഞില്ല? അവർക്കൊക്കെ ജീവനിൽ ഭയമുണ്ട്. എന്ന് വെച്ച് ഇന്ന് നമ്മൾ മിണ്ടാതിരുന്ന നാളെ എനിക്കോ ചേച്ചിക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ആവില്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ആവേശം അത് നല്ലതിനല്ല അബി. ഈ ലോകത്ത് നമ്മൾ കുറച്ച് സ്വാർത്ഥന്മാരായാലേ പറ്റൂ. നിന്നെ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന കേൾക്ക്. നിനക്കൊരു കുടുംബം വേണം. ഞാൻ തന്നെ ഒരു നല്ല ആലോചന കണ്ടെത്താം. അതൊന്നും വേണ്ട. വേണം. നിന്റെ അനിയൻ്റെ കാര്യം വിട്. അവർ പറയുന്ന ആലോചനയ്ക്കൊന്നും സമ്മതിക്കരുത്. കല്യാണം നടത്തുന്ന പേരിൽ അവർ നിനക്ക് അവകാശപ്പെട്ട പൈസ മുക്കും. വിറ്റിട്ട് ഇടുന്ന പകുതി കാശ് നിന്റെ പേരിൽ തന്നെ ഫിക്സഡ് ഇടണം. എന്നാലേ പറ്റൂ. കാശൊന്നും എനിക്ക് വേണ്ട ചേച്ചി. എല്ലാവരും പണത്തിൻ്റെ പുറകെ നടക്കുന്നവരാണല്ലോ. അത് അവരെടുത്തോട്ടെ. എനിക്ക് ജീവിക്കാനുള്ള ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. മണ്ടത്തിലിങ്ങനെ വിളിച്ച് പറയാതെ അബി. നിനക്കൊരു വീട് വേണ്ടേ? ഒരു കുടുംബം വേണ്ടേ? ഒന്നും വേണ്ടാന്ന് തോന്നുക. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്റെ അനിയൻ്റെ ഫാദറിൻ്റെ ആ ആൻ്റണി, അയാൾക്ക് ഈ പറഞ്ഞ രവീന്ദ്രനായിട്ട് അടുത്ത ബന്ധമുണ്ട്. കുപ്രസിദ്ധ ക്രിമിനൽസുമായിട്ട് ബന്ധമുള്ള ആളാണ് അയാൾ. ചേച്ചി? അബിയൊന്ന് ഞെട്ടി. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? അവൾ സംശയബാധയിൽ ചോദിച്ചു. നിനക്കറിയാലോ, എനിക്ക് കുറച്ച് പിടിപാടുകളൊക്കെ ഉണ്ട്. അയാൾക്ക് മാത്രമല്ല, നിന്റെ അനിയൻ ആപ്പിൽ അവനും അവരായിട്ട് കാര്യമായിട്ട് ബന്ധമുണ്ട്. നിന്റെ കാര്യം നീ നോക്കിയാൽ മതിയാവും അബി. അതും പറഞ്ഞ് ചേച്ചി അകത്തേക്ക് പോയി. അപ്പോഴും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നുണ്ട്. എൻ്റെ രക്തത്തിന് കൊതിക്കുന്നവരുടെ കൂട്ടത്തിൽ അവനുണ്ടാവരുത് ഞാൻ വിചാരിച്ചു. എന്നാലും മനസ്സിലോർത്തും കണ്ണുകളടച്ചു. കണ്ണുനീർക്കാവിളിലൂടെ ഒഴുകിയിറങ്ങി. സ്കൂളിലെ വരാന്തയിലൂടെ നടക്കുമ്പോഴായിരുന്നു ആ മനോഹരമായ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ക്ലാസ്സിലേക്കൊന്ന് എത്തി നോക്കി. മനോഹരമായി പാടുന്ന ടീച്ചർ. അവളെ കണ്ടത് ആളൊന്ന് പതറി. എന്താ? ആരാ? അവർ ചോദിച്ചു. ഒന്നുമില്ല, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ പാടുന്ന കേട്ടപ്പോൾ നോക്കിയതാ. എൻ്റെ പേര് അബിയേൽ, ഇവിടെ മാത്സിൻ്റെ ടീച്ചറാ. എന്നാൽ ക്ലാസ് എടുക്കട്ടെ, നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അതും പറഞ്ഞ് അവൾ പുറത്ത് വാഗമരച്ചൂട്ടിൽ പോയിരുന്നു. അവൾ പോകുന്നത് നോക്കി മ്യൂസിക് ടീച്ചർ ഒന്ന് ചിരിച്ചു. ശേഷം ക്ലാസ് തുടർന്നു. പുതുതായി വന്ന സംഗീത അധ്യാപികയെ കണ്ടപ്പോൾ അവൾ വീണ്ടും അയാളെ ഓർത്തുപോയി. മറ്റന്നാൾ കോടതിയിൽ പോകണം, സത്യം ജയിക്കണം. ചിന്ത അങ്ങനെ പല വഴിക്ക് പോയി. അവസാനം ആബയിലെത്തി. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായി എന്നിൽ നിന്ന് അകന്നു പോകും. അതിനു മുമ്പ് കിട്ടുന്ന സമയം അവൻ്റെ കൂടെ നിൽക്കണം. കാരണം ഈ ലോകത്ത് ഇനി അവൻ മാത്രമല്ലേ തനിക്കുള്ളൂ. ഓ, അബി എത്തിയോ? കഴിഞ്ഞ തവണത്തെ പോലെ വഴക്കിട്ട് പോവരുത് കേട്ടോ. മമ്മി ഇത് ചുമ്മായിരുന്നേ. ചേച്ചി വാ. ജെനി അവളെയും കൊണ്ട് അകത്തേക്ക് പോയി. മോളെ, വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. മോള് സാക്ഷി പറയാനൊന്നും പോവരുത്. അത് മോൾക്ക് നല്ലതിനാവില്ല. ആന്റണി വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു. ആ രവീന്ദ്രനുമായി അങ്ങനെ പല ഇടപാടുകളും കാണും. പക്ഷെ അതിൻ്റെ പേരിൽ കള്ളസാക്ഷി പറയാൻ എന്നെ കിട്ടില്ല. ചേച്ചി, നീ ആരോടാ? ആബയുടെ ശബ്ദമുയർന്നു. ഞാൻ പറഞ്ഞില്ല എന്താണ് തെറ്റ്? ആ രവീന്ദ്രനുമായിട്ട് നിനക്കോ ഇയാൾക്കോ ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇനിയും വീട് ഗുണ്ടകളെ എന്നെ കൊന്നെന്നാ പറ. ജീവനുണ്ട് ഞാൻ കോടതിയിൽ സാക്ഷി പറയും. അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. മോനെ ആബേലേ, നിന്റെ ചേച്ചിയോട് നല്ല ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം സമയത്തിന് കെട്ടാഞ്ഞിട്ടാ. ഒരു പ്രത്യേക ഈണത്തിൽ ആന്റണി എന്ന് പറഞ്ഞപ്പോൾ ആബയുടെ മുഖം വലിഞ്ഞു മുറുകി. നീ സാക്ഷി പറയുന്ന എനിക്കൊന്ന് കാണാം, വാടിവിടെ. അതും പറഞ്ഞുകൊണ്ട് അവനവളുടെ കൈ പിടിച്ച് വലിച്ചു. വീട്ട് ആപ്പാ, നീ എന്തീ കാണിക്കുന്നത്? മുകളിൽ പൂട്ടിക്കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയി തള്ളിയവൻ അവളെ. ശേഷം പുറത്തിറങ്ങി വാതിലടച്ച് പൂട്ടി. അവിടെ കിടക്ക്, 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. അതും പറഞ്ഞ് അവൻ താഴേക്ക് പോയി. അവൾ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ തളർച്ചയോടെ ചുമരിലേക്ക് ചാഞ്ഞു.
കഴിഞ്ഞോ അംഗം? റൂമിൽ കയറി വന്ന് അവനോട് ജെനി ചോദിച്ചു. എന്നതാ, എതിർക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അയ്യോ, നമ്മളില്ലേ, നിങ്ങളിങ്ങനെ സ്വന്തം ചേച്ചിയെ കൊന്നു തിന്ന് ജീവിച്ചോ, കഷ്ടം. അതും പറഞ്ഞ് ജെനി അവിടുന്ന് ഇറങ്ങിപ്പോയി. അവൾ ജനൽ തുറന്നു. ഒരു വീട് മാത്രം കാണാം, പക്ഷെ ആ വീട് മൊത്തം ഇരുട്ടിലാണ്. ആൾ താമസമുണ്ടോ എന്ന് പോലും അറിയില്ല. അവൾ അലറി വിളിക്കാൻ തുടങ്ങി. യാതൊരു പ്രതികരണവുമില്ല. കഴിയാവുന്നത്രയും ശബ്ദത്തിൽ വിളിച്ചു നോക്കി. പുറത്ത് ആബിയുടെ ശബ്ദം. അതെ, വിളിച്ചുകൊണ്ട, ആ വീട്ടിലൊന്നും ആൾ താമസമില്ല. ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ അതൊന്നും കഴിച്ചിരുന്നില്ല. തളർച്ച കാരണം അവൾ മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കൊണ്ടുവച്ച പാത്രം എടുക്കാൻ ജെനിയുടെ മമ്മി വന്നു. പക്ഷെ ഭക്ഷണം കഴിച്ചില്ലെന്ന് കണ്ടതും അവർക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി. പിന്നെയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം തരാൻ പോലും അങ്ങോട്ടേക്ക് ആരും വന്നില്ല. വീണ്ടും ഒരു ദിവസം കൂടി പുലർന്നു. ഇന്നാണ് താൻ സാക്ഷി പറയേണ്ടിയിരുന്ന ദിവസം. അല്ലെങ്കിലും ആർക്ക് വേണ്ടിയാ? ഇനിയും മറ്റൊരാൾ കൂടി അനുഭവം ഉണ്ടാവരുതെന്ന് കരുതിപ്പോയി. അതിന്റെ ശിക്ഷയാണ് താൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. ആരും ഭക്ഷണം കൊണ്ടുവന്നില്ല. അവൾ ബാത്റൂമിൽ പോയി പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. വിശപ്പിനാവുന്ന വിധം ശമിപ്പിച്ചു. തലകറങ്ങുന്ന പോലെ തോന്നിയപ്പോൾ അവിടെ കിടന്നു. എന്തോ ശബ്ദം കേട്ടിട്ടാണ് ഉണർന്ന്. മുറിയിലെ ഇരുട്ട് രാത്രി ഏറെയായെന്ന് സൂചിപ്പിച്ചു. എവിടെ നിന്നോ ഒരു സംഗീതം കാതുകളെ തഴുകിയെത്തിയോ? അവൾ ചെവി കൂർപ്പിച്ചു. പുറത്തു നിന്നാണ് വേണുനാഥം. ഇത് ഫ്ലൂട്ടാണ്. പ്രതീക്ഷയോടെ അവൾ പുറത്തേക്ക് നോക്കി. ആ മുറിയിൽ മാത്രം ചെറിയ വെളിച്ചം അവൾ കണ്ടു. വീണ്ടും അവൾ വിളിച്ചു നോക്കി, കഴിയുന്ന പോലെ. പക്ഷേ പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആ മുറിയുള്ള ഒരു ഫ്ലവർ വേസ് എടുത്ത് ആ വീടിന്റെ ജനൽ ലക്ഷ്യമാക്കി എറിഞ്ഞു. എന്തോ ഭാഗ്യം കൊണ്ട് അത് ജനൽ ചില്ലുകളെ തകർത്ത് അകത്തേക്ക് പതിച്ചു. പക്ഷെ അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചു. യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ആ കുഴൽനാദത്തിൽ അവളുടെ കരച്ചിലും അലിഞ്ഞു ചേർന്നു. കണ്ണു തുറന്നപ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുന്ന അയാളെയാണ് കണ്ടത്. അതെ, അയാൾ തന്നെ. സെമിത്തേരിയിൽ നിന്ന് എന്നെ കൊണ്ടുപോയ ആൾ. അവൾ ചുറ്റും നോക്കി. ഇതെവിടെയാണ്? അയാൾ അവിടെ മുന്നിലേക്ക് ബ്രെഡും ജാമും കുടിക്കാൻ ഒരു കുപ്പി വെള്ളം കൊണ്ട് വെച്ചു. കഴിക്ക്. കഴിഞ്ഞ തവണ തനിക്കൊന്നും തരാൻ പറ്റില്ല, ഇത്തവണ ഭാഗ്യമുണ്ട്. അതും പറഞ്ഞ അയാൾ ചിരിച്ചു. അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇതെവിടെയാ? എന്താ, തനിക്ക് തിരിച്ചു പോകണോ? വേണ്ട. എന്നാ കഴിക്ക്, അയാൾ അവളോടായി പറഞ്ഞു. എന്നെ എങ്ങനെ രക്ഷിച്ചു? അവൾ ചോദിച്ചു. താൻ എൻ്റെ ജനലെറിഞ്ഞ് പൊട്ടിച്ചു. ഞാൻ ആ വീണ്ടും വാതിലങ്ങ് പൊളിച്ചു. കർത്താവേ! നെഞ്ചത്ത് കൈവച്ചു പോയി അവൾ. അപ്പൊ അവിടെയുള്ളവര്? അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രയും കരുതുള്ള കിഡ്നാപ്പേഴ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കിഡ്നാപ്പറല്ല, എൻ്റെ അനിയനാ. ഒരു പുച്ഛത്തോടെ അവൾ പറഞ്ഞു. ഓ, ഇപ്പൊ മനസ്സിലായി. തന്റെ പ്രേമം പൊക്കിയപ്പോൾ വീട്ടിൽ പൂട്ടിയിട്ടതാണല്ലേ? അതൊന്നുമല്ല. ആ, എന്തെങ്കിലും ആവട്ടെ, എനിക്കൊന്നുമില്ല. താനിപ്പോൾ തന്നെ പോകുന്നുണ്ടോ? ഇല്ല, നേരം വിളിക്കട്ടെ. ഞാനും കൂടെ വരാം. എനിക്കവിടെ ഒരാളെ കാണാനുണ്ട്. ഭക്ഷണം കഴിച്ചവിടെ കുറച്ച് ആശ്വാസമായി. രാത്രി പിന്നെ അവൾ ഉറങ്ങിയില്ല. അവിടമാകെ പല സംഗീതോപകരണങ്ങളുടെയും ശബ്ദം അലയടിച്ചു. എനിക്കൊട്ടും ഭയം തോന്നിയില്ല. കാരണം മുറിവുകൾ ഉണക്കാൻ മാത്രം മാന്ത്രികത സംഗീതത്തിനുണ്ടെന്ന് തോന്നി. രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. കാറിലിരിക്കുമ്പോൾ അയാളുടെ ചുണ്ടുകൾ എന്തോ മൂളുന്നുണ്ടായിരുന്നു. അയാൾ എൻ്റെ പേര് ചോദിച്ചില്ല. എനിക്ക് പേര് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാനതിന് മുതിർന്നില്ല. സെമിത്തേരിയുടെ മുമ്പിൽ ഞങ്ങൾ വന്നിറങ്ങി. അവിടമാകെ ഒരാൾക്കൂട്ടം. അവിടെ കൂടിയിരിക്കുന്നവരൊരാളോട് ഞാൻ കാര്യം തിരക്കി. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ ഗുണ്ടയില്ലേ, രവീന്ദ്രൻ, അയാളതാ ആരോ അവിടെ ഒരു കല്ലറയുടെ മുമ്പിൽ കൊന്നിട്ടിരിക്കുന്നു. ആ വാക്കുകൾ തീർത്ത ഞെട്ടിൽ ഒരു നിമിഷം അങ്ങനെ തന്നെ തറഞ്ഞിന്ന് പോയി. ഞാൻ പെട്ടെന്ന് ചുറ്റും നോക്കി. എൻ്റെ കൂടെ വന്ന ആൾ അപ്രത്യക്ഷമായിരിക്കുന്നു. സെമിത്തേരിയിലേക്ക് നോക്കി പതിവ് പോലെ അവൾ നിന്നു. അബിഗയിൽ. ഇളം കാറ്റിൽ തലോടൽ പോലെ ഒരു ശബ്ദം കാതിൽ. അപ്രതീക്ഷിതമായതുകൊണ്ട് അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. മുന്നിൽ നിൽക്കുന്നു ചെറുചിരിയോടെ ജോനാഥൻ. സെമിത്തേരി ഇത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടം കൂടുമ്പോഴാണോ നീ ഇവിടെ പോയി കിടക്കുന്നത്? ഈ പരിപാടി പണ്ടേ ഉള്ളതാണോ? കേട്ടതും ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവർക്കിടയിൽ ചെറിയൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു. സെമിത്തേരി കിടക്കുന്ന പെണ്ണുങ്ങളെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നത് പണ്ടേ ഉള്ളതാണ്. അവളും വിട്ടുകൊടുത്തില്ല. അത് കേട്ടത് അവൻ പൊട്ടിച്ചിരിച്ചു. അബിക്കിപ്പം എന്നെ പേടിയില്ലേ? അവൾ എന്തോർമ്മയിൽ പുഞ്ചിരിച്ചു. ശേഷം, ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. ഓ, അങ്ങനെ. എന്നെ ആദ്യം കണ്ടപ്പോൾ ആ മുഖം ഒന്ന് കാണാമായിരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ പേടിച്ചരണ്ട ഒരു മുഖം. എന്തോ ഓർമ്മയിൽ അവൾ പുഞ്ചിരിച്ചു. എന്തോ ഒരു ചിരി? അവൻ ചോദിച്ചു. നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ, അല്ല, നിങ്ങൾ വായിച്ച മ്യൂസിക് കേട്ടപ്പോൾ സെമിത്തേരിയിൽ കാമുകിക്കായിട്ട് ഗിറ്റാർ വായിക്കാനെത്തുന്ന കാമുകനായി തോന്നി. അതെന്താ സംഭവം? ഒരു കൗതുകത്തോടെ ചോദിച്ചു. അവിടെ അടക്കം ചെയ്തിരിക്കുന്ന കാമുകിക്കായി ഗിറ്റാർ വായിക്കാൻ ഒരു പാട്ടുകാരൻ്റെ ആത്മാവ് വരുമത്രേ. അവൾ ആ കഥ അവനായി വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടതും പിന്നെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അയ്യോ, ആത്മാവ്, പാട്ടുകാരൻ്റെ കാമുകി, തന്നെ പോലെ നഷ്ടപ്രണയം. ഞാനിത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പ്രണയത്തിലൊന്നും കാര്യമില്ല. പറയുമ്പോൾ മനസ്സിലേക്ക് വീണ്ടും അയാൾ വന്നു. ആളുകൾക്ക് പ്രിയങ്കരനായ ആ ചെറുപ്പക്കാരൻ, എന്നോ എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയവൻ. ഒടുവിൽ പ്രണയം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഇടയിൽ വെച്ച് തന്നെ അപമാനിച്ചവൻ. എന്താ ടീച്ചറെ, ടീച്ചർക്ക് ഒരു നഷ്ടപ്രണയം മണക്കുന്നുണ്ടല്ലോ. പിന്നെ ആ പോട്ടെ, എന്താ ഇവിടെ? കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടതിനെ അവൾ ചോദിച്ചു.
അനുചേച്ചി കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു വിട്ടതാ, അതുകൊണ്ട് വന്നാ ഞാൻ വിളിക്കാൻ. ആദ്യമൊക്കെ നിരസിച്ചുവെങ്കിലും ഇപ്പോൾ ജോനാഥൻ ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അയാൾ മിതമായി മാത്രമാണ് സംസാരിക്കാറുള്ളത്. നമ്മളോടൊന്നും മിണ്ടില്ലേ ചേച്ചി, വീണ ടീച്ചറോട് മാത്രമേ മിണ്ടുള്ളൂ ഇവിടെ ഒരാൾ. ഇടം കണ്ടിട്ട് അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആണോ ജോന? അനു ചോദിച്ചു. ഏയ് ചുമ്മാതെ ചേച്ചി. ആ ചുമ്മാ ഒന്നുമില്ല, ആ ലില്ലി ടീച്ചർ എപ്പോഴും പറയും. ആദ്യം ആ ലില്ലി ടീച്ചറോട് പരദൂഷണം പറയുന്നത് കുറക്കാൻ പറ. ഇതെല്ലാം കേട്ടുകൊണ്ട് അനുരാധ ചിരിക്കുകയാണ്. സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ പുറത്ത് ആബ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ചേച്ചി എന്നതാ ഫോൺ എടുക്കാത്ത? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ വിളിക്കുന്നത്? ദേ നോക്കി ചേച്ചി, ഇവിടെ ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ഞാനാണോ? നീയല്ലേ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ചേച്ചിയും കൊണ്ടേ പോവുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവനവളുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ്. കൈവിടാ! അതൊരു അലർച്ചയായിരുന്നു. ശേഷം അവൾ കുതിരി മാറി. എന്നതാ ഇവിടെ? ആ ശബ്ദം കേട്ട് അവനും തിരിഞ്ഞു നോക്കി. പ്രിൻസിപ്പൾ അന്നമ്മ ജോണായിരുന്നു. എന്നതാ നിങ്ങൾ ഈ കാണിക്കുന്നത്? അവരുടെ കൈവിട്! അന്നമ്മ ആക്രോശിച്ചു. ആ ചോദിക്കാൻ നിങ്ങളാരാ? ആബാ, ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളാ, അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അതിന് പ്രിൻസിപ്പളല്ല സ്കൂളിൽ, ഞാനിവിടെ അനിയനാ. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ആരും തലയിടാൻ വരണ്ട, മനസ്സിലായല്ലോ? അത് പുതിയ അറിവാണല്ലോ. സഹോദരങ്ങൾ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ അബിഗലിന്റെ അനിയനല്ലേ ഇയാള്? ഒരു കയറെത്തിട്ട് വരാം, ഇവിടെ കെട്ടിയിട്ട് താൻ വീട്ടിൽ കൊണ്ടുപോയിക്കോ. അന്നമ്മ പറഞ്ഞു കേട്ട് ആബ ഞെട്ടി. ചുറ്റും ആളുകൾ കൂടിയപ്പോൾ ആബയൊന്ന് പരിങ്ങി. ഞാൻ വരുന്നില്ല, നീ പോവാൻ നോക്ക ആബ. ഇനി അവിടെ നിൽക്കുന്ന പന്തിയല്ലെന്ന് തോന്നിയിട്ടാവാം അവിടുന്ന് ആബ പോയി. രാത്രി അവൾ ആബയെ വിളിച്ചു. എന്താ ഇനി ചേച്ചിക്കിനെ ആരും കൂടെ ചെയ്ത് ഉറപ്പിക്കണ്ട്? നീ ചെയ്യുന്ന തെറ്റാണെന്ന് നീ അറിയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം കഴിവെല്ലാം നിനക്കുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ പൊളിച്ച് ഉപദേശിക്കാനല്ല, ഒരു ഒപ്പിന് വേണ്ടിയിട്ടാണ് നീ എന്നെ തേടി വരുന്നത് എനിക്കറിയാം. പറഞ്ഞാൽ മതി, എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ വന്ന് ഒപ്പിട്ടോളാം. മറുഭാഗം കേൾക്കാതെ കോള് കട്ടാക്കി. അതാകെ സന്തോഷത്തിലായിരുന്നു. സ്കൂൾ അവധിയാണ്. പള്ളിയിൽ പാട്ട് പഠിപ്പിക്കാനുള്ളതുകൊണ്ട് ജോന അവിടെ തന്നെയുണ്ട്. ഞാനും ചേച്ചിയും ചേച്ചിയുടെ വീട്ടിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്. മോനെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. വീടിന്റെ വാടക ജോനെ ഏൽപ്പിച്ച് പോയെന്ന് കരുതിയാണ് ഞാൻ മുറിയിലേക്ക് ചെന്ന്. ഞങ്ങൾക്ക് പോകാൻ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മേശപ്പുറത്ത് വെച്ചിട്ട് പൊക്കോളാൻ ജോന പറഞ്ഞു. അതനുസരിച്ച് പൈസ മേശപ്പുറത്തേക്ക് വെക്കുമ്പോഴാണ് അയാളുടെ ഡയറിയിൽ നിന്നും പുറത്തേക്ക് തള്ളിയ രീതിയിൽ കുറച്ച് ഫോട്ടോസിന്റെ ഭാഗം കണ്ടത്. മറ്റൊരാളുടെ സാധനങ്ങൾ അവിടെ അനുവാദം കൂടാതെ നോക്കുന്നത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ടും ആകാംക്ഷ കൊണ്ട് അവൾ അത് എടുത്തു നോക്കി. രവീന്ദ്രൻ സെമിത്തേരിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതിന്റെ അനേകം ഫോട്ടോസ്. ഇതൊക്കെ ജോനാഥൻ എന്തിനു സൂക്ഷിച്ചു വെക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചു അവൾ. പോവേണ്ടതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. എങ്കിലും അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ തിരികെ നാട്ടിലെത്തിയിട്ടും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. ജോനാഥൻ ജേക്കബ് എന്ന ദുരൂഹത വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു. ചിന്താഭാരത്തോടെ ബാൽക്കണിയിൽ നിന്നു. അവിടെ പടർന്നു നിൽക്കുന്ന മുല്ലച്ചെടികളിൽ നിന്നും വെറുതെ ഒരെണ്ണം അറുത്തെടുത്തു. ഒരുപക്ഷെ മുറിയിൽ ചെന്നാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ വേഗം ഒരു മുല്ലമുട്ട് തലയിൽ തിരികെ ആ മുറിയിലേക്ക് ചെന്നു. ജോന അവിടെ ഇല്ല. എന്നാൽ വാതിൽ പൂട്ടിയിട്ടുമില്ല. വെറുതെ ചാരിയിട്ടിട്ടേ ഉള്ളൂ. മേശപ്പുറത്ത് കുറച്ചധികം ഡയറികൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അതൊരു നോവലായിരുന്നു. അത് കയ്യിലെടുത്ത് അവൾ ഹെഡിങ് വായിച്ചു. ആത്മാവിന്റെ സംഗീതം. പെട്ടെന്ന് താഴെ നിന്ന് ജോനയുടെ ശബ്ദം കേട്ടു. ഞാൻ ആ ഡയറി പഴയതുപോലെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. താഴെ വീണുപോയ സുഗന്ധത്തെ അറിയാതെ. അടുത്ത ദിവസം രാവിലെ അനുചേച്ചി ജോലിക്ക് പോയ ശേഷം ജോനാഥൻ എനിക്കരികിലേക്ക് വന്നു. ശേഷം അയാൾ അവളെ നോക്കി ചിരിച്ചു. അബി ടീച്ചറെ, എനിക്ക് ചെറുപ്പം മുതൽ പല ദുശീലങ്ങളുമുണ്ട്. അവളൊന്നും മനസ്സിലാവാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മുറിയിൽ കയറുന്ന എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ സാധനങ്ങൾ എടുക്കുന്നു പണ്ട് തൊട്ടേ എനിക്കിഷ്ടമല്ല, അതാരായാലും. അവളുടെ മുഖം വിളറി വെളുത്തു. അവളുടെ വലത് കൈ അവളുടെ ഇടത് കൈയിൽ വെച്ചു. ശേഷം അതിലേക്ക് എന്തോ വെച്ചു കൊടുത്ത ശേഷം അവിടുന്ന് പോയി. അവൾ വിരലുകൾ വിടർത്തി നോക്കിയപ്പോൾ ഉള്ളം കയ്യിൽ ഒരു വലിയ മുല്ലമുട്ട്. ഒപ്പിടുമ്പോൾ എൻ്റെ കൈ വിറച്ചു. പേന പോറലേൽപ്പിക്കുന്ന എൻ്റെ ഹൃദയത്തിലാണെന്ന് തോന്നി. കടലാസിൽ പടരുന്ന മഷി തൻ്റെ രക്തവും. രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ശരീരം തളരുന്ന പോലെ തോന്നി. ഇന്നോളം തങ്ങളുടേതെന്ന് കരുതുന്ന വീട് ഇന്ന് മറ്റാർക്കോ സ്വന്തമായിരിക്കുന്നു. വീട് വാങ്ങിയ ആൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു മനസ്സലിവ് എനിക്ക് കാണാമായിരുന്നു. എൻ്റെ ഭാഗമായ പണം എൻ്റെ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതിൽ ആവൊക്കെ കുറച്ച് പ്രയാസമുള്ളതായി തോന്നി. അവസാനമായി ഞാൻ ഒന്നുകൂടി ആ വീട്ടിലേക്ക് നോക്കി. കണ്ണുകൾ ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാൻ നിറഞ്ഞൊഴുകി. 2 മനുഷ്യരുടെ ഒരായുസിന്റെ സമ്പാദ്യം. ശരിയാണ്, ഇനി എനിക്കിവിടെ സ്ഥാനമില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഇനി ഇവിടെ? അമ്മയെന്ന് വിളിച്ച് ഇനി എനിക്ക് ഓടി വരാൻ തൻ്റെ നെറുകിൽ തലോടുന്ന അപ്പച്ചൻ്റെ സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളില്ല. ഇവിടെ എനിക്ക് ആരുമില്ല. ഈ വീട്ടിലേക്ക് ആപൻ്റെ കൈ പിടിച്ചാണ് കയറിയത്. ഇന്ന് ഇവിടുന്ന് ഏകയായി ഞാൻ പടിയിറങ്ങുന്നു. നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉള്ളപ്പോഴേ നമ്മുടെ നിലനിൽപ്പിന് അർത്ഥമുള്ളൂ എന്ന് മനസ്സിലായ നിമിഷം ഞാൻ അകത്തേക്ക് ചെന്നു. വീട് ഒരാഴ്ചക്കൊക്കെ ഒഴിയണം. സാധനങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ടുണ്ട്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുറിയിലേക്ക് ചെന്നു. അവരുടെ വസ്ത്രങ്ങളിലൂടെ കൈ ഓടിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. നീല നിറത്തിലുള്ള സാരിയും ഷർട്ടും കയ്യിലെടുത്തു. പഠനത്തിന് ശേഷം താൽക്കാലികമായി വയനാട്ടിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്തപ്പോൾ കിട്ടിയ ആദ്യത്തെ ശമ്പളത്തിന് വാങ്ങിക്കൊടുത്താണ് ഒരേ നിറത്തിലുള്ള സാരിയും ഷർട്ടും.
ഒരിക്കൽ കൂടി എൻ്റെ അടുത്തേക്ക് വരുമോ? അവളുടെ മനസ്സറിയാതെ ചോദിച്ചു പോയി. അവരുടെ 1-2 വസ്ത്രങ്ങൾ കൂടെ ആൽബവും ഞാൻ എടുത്തു. ഒരു ചെപ്പിൽ സൂക്ഷിച്ചിരുന്ന അമ്മച്ചിയുടെ മിന്നിൽ വളരെ നേർത്ത എന്നാൽ നീളം കുറഞ്ഞൊരു മാല. അത് കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആപ കയറി വന്നത്. ഇതിന്റെ വില ഞാൻ തന്നേക്കാം, മാർക്കറ്റ് വില. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില അറിയുന്നെന്ന് നീ കരയോ ആപ? ചേച്ചി ഈ ഡ്രാമയും നിർത്ത്, എന്നിട്ട് കണ്ണു തുറന്ന് കാണും. ഈ വീട് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് നമുക്കാർക്കൊന്നും കിട്ടാനില്ല, നിനക്കിതുകൊണ്ട് ലാഭമല്ലേ ഉള്ളൂ. അവൾ അവനെ നോക്കി. ശേഷം, ആപ, നിനക്ക് സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്താണ് ആന്റണി എങ്കിൽ, പക്ഷെ മറ്റൊരു ആന്റണി ആവാൻ നീ ശ്രമിക്കരുത്. നിന്റെ അപ്പൻ്റെ പേര് ജോൺ ജോസഫ് എന്നാ. ഈ വീട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വിയർപ്പിൽ കുതിർന്നതാണടാ. നിന്റെ ജനിയുടെ മണിമാളികയൊക്കെ കുറെ മനുഷ്യരുടെ കണ്ണീരും രക്തത്തിലും പടുത്തൊരുത്തി ഉണ്ടാക്കിയതാണടാ. ഷടാപ്പ്! അവൻ അലറി. ചേച്ചി, നീ ഇങ്ങനെ കുറെ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷനാണ്. അത് കേട്ടതും പുച്ഛം കലർന്ന ചിരി അവർ നൽകിക്കൊണ്ട് പോകുന്നു എന്നും പറഞ്ഞ് അവിടുന്ന് അവൾ ഇറങ്ങി. മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ പള്ളിയിൽ കയറി. അവിടമാകെ ഒരു വയലിൻ സംഗീതം നിറഞ്ഞിരുന്നു. തറയിൽ മുട്ടുകുത്തിയ ഒരു മൂലയിലായിരുന്നു. ക്രൂശിത രൂപം മനസ്സിൽ നിറഞ്ഞു. ആ മുറിവുകൾക്കൊപ്പം എൻ്റെ ഭാരവും ചാർത്തി ഞാൻ ആ മാറോട് ചേർന്നു. ആരോ തട്ടി വിളിക്കുമ്പോഴാണ് കണ്ണു തുറന്ന് മുന്നിൽ ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ജോനാഥൻ. ഞാൻ കയറിയിട്ട് ചോദിക്കുക, അബി, തനിക്ക് പെട്ടിക്കിടന്ന് ഉറക്കമില്ലേ? സെമിത്തേരിയിലും പള്ളിയിലും എല്ലാം ആണോ നിനക്ക് ഉറങ്ങാൻ ഇഷ്ടം? അവളൊന്നും പറയാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലുകൾ മരവിച്ചിരുന്നു. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അയാൾ തനിക്കായി കൈ നീട്ടി. അവൾ ആ കൈയിലേക്ക് കൈ ചേർത്തു. ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അബി, വീട്ടിലേക്കല്ലേ? ഞാൻ വരുന്നു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ജോൻ അത് പറഞ്ഞപ്പോഴാണ് അവിടെ സംഗീത ക്ലാസ്സിൽ വന്നവരെ ഞാൻ ശ്രദ്ധിച്ച്. ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? വീണു ടീച്ചർ എന്താ ഇവിടെ? പാട്ട് പഠിക്കാൻ, ജോന പറഞ്ഞു. അതിന് ടീച്ചർ ക്രിസ്ത്യാനിയല്ലോ. അതിനെന്താ ടീച്ചർ അങ്ങനെ ഒരു വർത്തമാനം? ക്രിസ്ത്യാനികൾക്ക് മാത്രമേ പാട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അയാൾ ചോദിച്ചു. ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, അങ്ങനെയല്ല, ഞാൻ ചോദിച്ചു അത്രമാത്രം. ആളൊന്ന് പതിരെങ്കിലും പുറത്ത് കാണിക്കാതെ പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ജോനാഥൻ അകത്തേക്ക് പോയി. താനിങ്ങോട്ടേ ഓടുന്നു? അവൾ ഓടുന്നുണ്ട്. ജോനാഥൻ ചോദിച്ചു, ഏയ് എന്താ ഇത്? എനിക്കിനി എൻ്റെ മുറിയിലും കയറാൻ പാടില്ലേ? അല്പം ദേഷ്യത്തോട് അബിഗയിൽ ചോദിച്ചു. ഓ, അപ്പൊ ഇപ്പോഴും ഞാനന്ന് പറഞ്ഞ് മനസ്സിലിട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുവല്ലയോ? എൻ്റെ അനുവാദം കൂടെ എൻ്റെ മുറിയിൽ കയറി തപ്പിയിട്ടല്ലേ ഞാനതങ്ങനെ പറഞ്ഞു. ആവട്ടെ, എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞാൻ സോറി പറയുന്നു. സോറി, എൻ്റെ ഭാഗത്താണല്ലോ തെറ്റ്. നിങ്ങളുടെ മുറിയിൽ ഞാൻ കയറുന്നില്ല, കഴിഞ്ഞില്ലേ? ഏയ്, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നതായാലും ഞാൻ നിങ്ങളെ നോക്കാൻ വരുന്നില്ല. അനുചേച്ചില്ലാത്തതുകൊണ്ടാണ് ഭയങ്കര കലിപ്പ് മൂട്. എന്നവരും നിനക്കൂടെ പോയിക്കൂടായിരുന്നോ? എന്തിന്? ഇവർ ഫാമിലി ടൂർ പോയതാണ്. എനിക്കൊന്നും വയ്യ. തൽക്കാലം എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ? ആയിക്കോട്ടെ, ഇനി അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് കുറച്ച് ദിവസത്തേക്ക് സ്വസ്ഥത തരാൻ പോവാൻ ഞാൻ. പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ അവളയാളെ നോക്കി. അതേടോ, ഞാൻ പോവാ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക്. ഇന്ന് രാത്രി പോവും. പോവാനിറങ്ങിയപ്പോൾ മങ്ങിയ മുഖമായി നിൽക്കുന്നവളെ അയാൾ കണ്ടു. അയാൾ അവൾക്കരികിലെത്തി. അബികൾ, ഞാൻ ഇറങ്ങട്ടെ? ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. നമ്മുടെ സെമിത്തേരിൽ ഇഷ്ടംപോലെ ആത്മാക്കളുള്ളതല്ലേ. താൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ പാട്ടുകാരൻ്റെ ആത്മാവിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റും. കളിയോടെ പറയുന്നവനെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. നിന്റെ ദേഷ്യം മാറാനേ ഞാനൊരു സമ്മാനം തരാം. അയാൾ ഒരു പെട്ടി അവൾക്കായി നൽകി. അവളത് വാങ്ങി തുറന്നു നോക്കി. ശേഷം ഒരു സംശയത്തോടെ അയാളെ നോക്കി. ഇതാണ് നാനോ ഹാർപ്പ്, ഒരു കുഞ്ഞു ഹാർപ്പ്. എനിക്കതിനത് വായിക്കാൻ അറിയില്ലല്ലോ. അത് സാരല്ല, വന്നിട്ട് വായിച്ചു തരാം പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി. ആ കുഞ്ഞു കിന്നാരത്തിന്റെ തന്ത്രികളെ സ്നേഹത്തോടെ അവൾ തലോടി. അടുത്ത ദിവസം ഒരു കടയിൽ വെച്ച് വളരെ യാദൃശ്ചികമായ അശ്വതി വക്കീലിനെ കണ്ടു. താൻ സാക്ഷിയായിരുന്ന കേസിന്റെ വക്കീലായിരുന്ന പ്രോസിക്യൂട്ടർ അന്ന് സാക്ഷി പറയാൻ കഴിയാതിരുന്ന സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞു. രവീന്ദ്രൻ കൊലക്കേസിനെ കുറിച്ച് സംസാരിച്ചു. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എങ്കിലും അയാൾ തന്നെയാണ് കൊലയാളിയെന്ന സംശയത്തിലാണ്. ഒരിക്കൽ ടീച്ചറുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടിരുന്ന ആളുണ്ടല്ലോ, അയാൾ ആരാ? പെട്ടെന്നാണ് അഡ്വക്കേറ്റ് അശ്വതി മറ്റൊരു കാര്യം അവളോട് ചോദിച്ചു. ആരെക്കുറിച്ചാണ് വക്കീൽ ചോദിക്കുന്നത്? അത് ആ ആള് നിങ്ങളുടെ സ്കൂളിലൊരു പരിപാടി കണ്ടിരുന്നു, അതാ ചോദിച്ചത്. അതിപ്പോ ആരാ? ഒരു സംശയത്തോടെ അവൾ തന്റെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാ ഇയാള്. ജോനയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് വക്കീൽ പറഞ്ഞു. വക്കീലെങ്ങനെ ജോനാഥനെ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇയാൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനാണ്. അതെയോ? അശ്വതി ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, അഡ്വക്കേറ്റ് നയോമി മാഡത്തിന്റെ കൂടെ. മോനാണെന്ന് എന്നോട് പറഞ്ഞു. ഈ അഡ്വക്കേറ്റ് നയോമി എൻ്റെ സീനിയർ വക്കീലിനെ അറിയായിരുന്നു. അങ്ങനെയാ പരിചയം. നല്ല കഴിവുള്ള വക്കീലാണെന്നാണ് സാറ് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരിക്ക് മ്യൂസിക്കിനോടാണ് താല്പര്യം എന്ന് കേട്ടിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഡ്വക്കേറ്റ് നയോമി മാഡം മരിച്ചു എന്ന് അറിയുന്നത്. അത് കേട്ടതും അശ്വതിയുടെ വാക്കുകളിൽ വീണ്ടും ആകാംക്ഷയുണ്ടാക്കി. വീട്ടിലെത്തിയിട്ടും മനസ്സിൽ ജോനാഥൻ നിറഞ്ഞു നിൽക്കുന്നു. നയോമി വക്കീൽ അവർക്ക് എന്താവും സംഭവിച്ചിരിക്കുക. അവൾ പെട്ടെന്ന് തന്നെ അശ്വതി വിളിച്ചു. ഹലോ വക്കീലേ. ആ പറയോ ബി. അശ്വതി അന്ന് അഡ്വക്കേറ്റ് നയോമിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അവർ മരിക്കുന്ന സമയത്ത് ഏതൊരു കേസിന്റെ പുറകെയായിരുന്നു എന്ന് കേട്ടു.
അത് ഏത് കേസാണെന്ന് അശ്വതിക്കറിയോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് കേട്ടിട്ട് കൂടിയില്ല. വേണമെങ്കിൽ ഞാൻ അവരുടെ അഡ്രസ്സ് തരാം. പഴയൊരു ഗുംസ്തനാ, അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയുമായിരിക്കും. ആണോ? വളരെ നന്ദിയുണ്ട് അശ്വതി. അടുത്ത ദിവസം തന്നെ അശ്വതി തന്ന വിലാസം അന്വേഷിച്ച് അവൾ ഇറങ്ങി. സുകുമാരൻ ചേട്ടൻ? മുറ്റത്തേക്ക് ഇറങ്ങി വന്ന 60 അടുത്ത് നിൽക്കുന്ന വൃദ്ധനോടൊരു സംശയത്തോടെ ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ. കയറി വരൂ. എനിക്ക് അങ്ങോട്ടും മനസ്സിലായില്ല. ഞാൻ അബിഗേൽ ടീച്ചറാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. അതിനു മുമ്പ് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ താങ്ക്സ്, എനിക്ക് അഡ്വക്കേറ്റ് നയോമിയെ കുറിച്ച് അറിയാനായിരുന്നു. അത് കേട്ടത് അയാളുടെ നെറ്റി വിളിഞ്ഞു. ഞാൻ ജോലി നോക്കിയിരുന്നത് ശേഖർ സാറിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്നു ഈ നയോമി. പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം നയോമി ജോലി ഉപേക്ഷിച്ചു. അന്നേ അവൾക്ക് പാട്ടിലായിരുന്നു താല്പര്യം. പക്ഷേ ഇല്ല, കഴിവുണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് നയോമി വക്കീൽ ഏതൊരു കേസ് നോക്കുന്നുണ്ടായിരുന്നല്ലോ, അതേക്കുറിച്ച് ചേട്ടനറിയോ? അത് കേട്ടത് അയാളുടെ കണ്ണുകളൊന്ന് കുറുകി. ശേഷം പൊട്ടിച്ചിരിച്ചു. അതെങ്ങനെയാ മോളെ ഞാൻ അറിയുന്നത്? ഞാൻ പണ്ടത്തെ ഗുമസ്തനായിരുന്നില്ലേ, അപ്പൊ ഞാനെങ്ങനെ അറിയാനാ? ചേട്ടനോട് അങ്ങനെ എന്തെങ്കിലും വക്കീൽ സൂചിപ്പിച്ചിരുന്നു? ഇപ്പൊ ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നോട് നയോമി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു കേസ് അന്വേഷിക്കുന്ന കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു പരിചയക്കാരൻ മാത്രമല്ലേ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ? അയാൾ മനഃപൂർവ്വം പറയാത്ത പോലെ അവൾക്ക് തോന്നി. പക്ഷെ നിർബന്ധിക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവൾ പോയതിനു ശേഷം അയാൾ ഫോൺ എടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ അനുചേച്ചിയുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഉന്മേഷം വന്നു. അവരുടെ യാത്രയെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ പറഞ്ഞു വന്നു. കിടക്കാൻ നേരത്തെ അവനെ അവളെ വിളിച്ച് അരികിലിരുത്തി. എന്താ ചേച്ചി, ഒരു അസ്വസ്ഥത പോലെ? ഏയ്, പറയാനുള്ളൊരു സന്തോഷ വാർത്തയാ. ആഹാ, എന്നിട്ടാണ് മുഖം ഇങ്ങനെ കടന്നിലെത്തിയ പോലെ? കാര്യം പറയൂ. എനിക്ക് പ്രാവശ്യം ട്രാൻസ്ഫറായി നാട്ടിലേക്ക്. അതിനാണോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇനി ഉണ്ണിക്കുട്ടനെ പിരിഞ്ഞിരിക്കുന്നതിന് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. സന്തോഷിക്കല്ലേ വേണ്ട? നിനക്കറിയാലോ, കുറേ ഇതിന് ട്രൈ ചെയ്യുന്നു. പക്ഷേ സ്വാധീനം ഉപയോഗിക്കേണ്ടി വന്നു. ഓർഡർ ആയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പോയാൽ നീ ഇവിടെ തനിച്ചല്ലേ? അയ്യേ, ഇതാണ് ഇത്ര വലിയ കാര്യം. എന്നോർത്ത് വിഷമിക്കുന്ന എന്തിനാ? ഒരു ചിരിയോടെ ചോദിച്ചു അബി. നീ വിചാരിക്കുന്ന പോലെയല്ല. തോമസ് ചേട്ടൻ്റെ മകൻ്റെ വീട് പണി പൂർത്തിയായി. അതുകൊണ്ട് അധികം വൈകാതെ അവരോടൊന്ന് മാറി വീട് വിൽക്കാൻ പോവുകയാണ്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. തോമസ് ചേട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അന്നേരം മാറിക്കൊടുക്കേണ്ട അബി. നിനക്ക് തനിച്ചൊരു വീട് കിട്ടുക അത് പ്രയാസമായിരിക്കും. അതിനെന്ത് ചേച്ചി, ഒരു ഹോസ്റ്റലിലേക്ക് മാറിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഓർത്തിട്ട് ചേച്ചിയുടെ സന്തോഷം കളയുന്ന എന്തിനാ? നിന്നെ തനിച്ചാക്കി പോകാൻ എനിക്ക് വയ്യ. കാരണം നീ എൻ്റെ അനിയത്തി തന്നെയാ. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമില്ല ചേച്ചി. ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഇപ്പം ആലോചിക്കേണ്ട കാര്യം സ്വന്തം വീട്ടുകാരുടെ കൂടെ താമസിക്കാൻ പോകുന്ന മാത്രം ചിന്തിച്ചാൽ മതി. എനിക്കിത് കേട്ടിട്ട് എന്ത് സന്തോഷമായി എന്നറിയോ ചേച്ചി? പോകുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിൽ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. അത് പറഞ്ഞു ഒരു സംശയത്തോടെ അവൾ അനുവിനെ നോക്കി. നിന്റെ അനിയൻ ചെറുക്കനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല എന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ. കുറച്ച് നാളെ ഒരു കല്യാണാലോചന നിനക്ക് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടത് അവളൊന്ന് ഞെട്ടി. വേണ്ട ചേച്ചി, എനിക്കിപ്പോൾ ഇതാ ഇഷ്ടം. ഞാൻ പറയുന്നൊന്ന് കേൾക്കാപ്പി. ജോൺ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? നിന്നെപ്പോലെ തന്നെയാണ് ജോനാഥനും. നിങ്ങൾക്ക് തമ്മിൽ വിവാഹം കഴിച്ചുകൂടെ? എന്ത് ചേച്ചി ഈ പറയുന്നത്? നീ ഞെട്ടൊന്നും വേണ്ട. ഇതേക്കുറിച്ച് ഞാനും ജോണച്ചനും തോമസിനും എല്ലാം സംസാരിച്ചതാണ്. എൻ്റെ കല്യാണത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? വീട് വിറ്റ ഷെയർ നിന്റെ കയ്യിലുണ്ട്. ജോനയുടെ വീട് വിറ്റ പണം അവൻ്റെ കയ്യിലും വരും. നിങ്ങൾ രണ്ടാൾക്ക് ഈ വീട് വിൽക്കാൻ തോമസേട്ടൻ തയ്യാറാണ്. ഈ വീട് മേടിച്ച് ഇവിടെ തന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ജോലിയുമുണ്ട്. ചേച്ചി എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരുടെയും നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ എൻ്റെ മനസ്സെല്ലാം മരവിച്ചു പോയി. ചേച്ചി മാത്രമല്ല, ജോനാഥിനെ സമ്മതിക്കുമോ? അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അവനോട് അച്ഛൻ പറഞ്ഞോളൂ. നീ നിന്റെ കാര്യം പറ. ഞാനെന്ത് പറയാനാ ചേച്ചി? ഇപ്പോഴത്തെ തീരുമാനങ്ങൾ വളരെ പ്രാക്ടിക്കലായ കാര്യമാണ്. മാത്രമല്ല, വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ജോനാഥനൊരു നല്ല മനുഷ്യനാണ്. പക്ഷെ ആരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വെക്കുന്നത് ശരിയല്ല. എന്നു മുതലാണ് എനിക്ക് ഈ വിചാരം വന്ന് തുടങ്ങിയ അബി. നിന്റെ അനിയൻ ആബിൽ മാറിയപ്പോൾ മുതലല്ലേ. എനിക്കിപ്പോൾ അവനെ ആ പേടി. നീ നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് തീരുമാനം എടുത്താൽ മതി. ചേച്ചിയുടെ കരുതലോർക്കവേ അവളുടെ കണ്ണ് നിറഞ്ഞു. വെളുപ്പിനെ തന്നെ ഉണർന്നിരുന്നു. നല്ല സന്തോഷം തോന്നി. കാരണം തുറക്കുന്ന ദിവസമാണ്. മഴ തകർത്ത് പെയ്യുന്നുമുണ്ട്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ജോനാഥൻ. ഒരു നിമിഷം അവൻ ആദ്യം കാണുന്ന പോലെ നോക്കിന്ന് പോയി അവള്. ഉയ്യോ, എന്നാ ഒരു മഴയാ പറഞ്ഞുകൊണ്ട് അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം അകത്തേക്ക് കയറി. അനുചേച്ചി എവിടെ? എഴുന്നേറ്റിട്ടില്ല. ഓ, നിനക്ക് പിന്നെ ഉറക്കൊന്നുമില്ലല്ലോ. അത് കേട്ടത് അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. നീ കണ്ണൂരിട്ടണ്ട. 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നല്ലേ, അതായത് നേരത്തെ വന്ന്. അവളൊന്ന് മൂളി. എന്നാൽ ശരി, നേരത്തെ പോയി കളയത്, നമുക്ക് ഒരുമിച്ച് പോവാം. അതും പറഞ്ഞ് ജോനാഥൻ അകത്തേക്ക് പോയി. അവൾക്കൊരു പരിഭ്രമം തോന്നി.
കാരണം ഇയാൾക്ക് ഈ ആലോചനയെ പറ്റി അറിയുമോ? തന്നോട് ജോൻ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വലിയ ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. ജോനാഥിന്റെ മുറിയിൽ കണ്ട രവീന്ദ്രൻ മരണപ്പെട്ട് കിടക്കുന്ന ഫോട്ടോഗ്രാഫ് മനസ്സിലേക്ക് ചിതറി വീണു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാനും ലില്ലി ടീച്ചറും ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം. എന്നെ കൂട്ടാ പോവാണോ? ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ജോനാഥനാണ്. അവരുടെ അടുത്തേക്ക് നടന്നു. ശേഷം ചോദിച്ചു, ലില്ലി ടീച്ചർ വെക്കേഷനിൽ എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചർ ഞാൻ ഇന്ന് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ആ കുഴപ്പമില്ല, പിന്നെ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. സാറിനെ പിന്നെ ഞങ്ങളൊന്നും പിടിക്കില്ലല്ലോ. വീണ ടീച്ചറായിട്ടല്ലേ കമ്പനി. ആ ടീച്ചർ എന്നെ കുറിച്ച് കുറ്റം പറയുന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ മ്യൂസിക് സെക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദമുണ്ട്. വീണയുടെ കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ടീച്ചറായിട്ട് വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കല്ലേ. അതൊരു പാവാ. കല്യാണം കഴിഞ്ഞ് പൊക്കോട്ടെ. അയ്യോ അതിന് ഞാനൊന്നും. പിന്നെ വെറുതെ അബിയോട് തമാശ പറയുന്നല്ലാതെ. അത് പറയുമ്പോൾ ലില്ലിയുടെ മുഖത്തൊരു ജാളിത ഉണ്ടായിരുന്നു. ടീച്ചർ പേടിക്കണ്ട, ഞാനിതൊരു തമാശ രൂപത്തിലേ കണ്ടിട്ടുള്ളൂ. അത് കേട്ടതിൽ ലില്ലിക്ക് ഒരു സമാധാനം തോന്നി. പിന്നെ അബി ഞാനിന്ന് വരാൻ കുറച്ച് വൈകും കേട്ടോ. ജോണിനെ ഒന്ന് കാണും. പിന്നെ പോകുമ്പോഴേ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കൊണ്ടുപോകണേ. അതും പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലൊരു ബുക്ക് കൊടുത്ത് അവിടെ നിന്നും പോയിരുന്നവൻ. എൻ്റെ പൊന്നബി, ഞാൻ രസത്തിന് പറഞ്ഞ അയാളോട് പോയി പറഞ്ഞു അല്ലേ? ലിലി പരിഭ്രമിച്ച്. അത് അപ്പോഴത്തെ തമാശയിലൊന്ന് പറഞ്ഞ താൻ അത് വിടും. എനിക്ക് അതിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയുമ്പോൾ കാര്യഗൗരവമുള്ളതാണെന്ന് ലില്ലിക്ക് മനസ്സിലായി. നമുക്കൊരു കോഫി ഷോപ്പിലേക്ക് പോവാം. ജോനാഥൻ അന്ന് തന്നെ സെമിത്തേരിൽ വെച്ച് കണ്ട മുതലുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു അബി. കൂട്ടത്തിൽ ഇപ്പോൾ ഈ വിവാഹാലോചന വരെ എത്തിയത് പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കി. ഓർഡർ ചെയ്ത് 2 കോഫി അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചതും അതിലൊരെണ്ണം എടുത്ത് അവൾ സിപ്പ് ചെയ്ത് ശേഷം ലിലിയുടെ മുഖത്ത് നോക്കി. എന്നാണ് താനൊന്നും പറയാത്തത്? അബി ചോദിച്ചു. പറഞ്ഞു വെച്ച് നോക്കിയാ ജോനാഥൻ സാർ അത്ര മോശമായിട്ടുള്ള ആളൊന്നല്ല. പിന്നെ എന്തുകൊണ്ട് ഈ പ്രപ്പോസൽ നല്ലതല്ലേ അബി? നമ്മൾ ഒരേ സമയത്ത് ഇവിടെ ജോലി കയറിയത്. അന്നോട്ട് എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. അന്നൊന്നും നിനക്ക് വിവാഹത്തോട് താല്പര്യക്കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാ നീ പറഞ്ഞ്. പക്ഷെ ഇപ്പം എനിക്ക് എന്തോ ഒരു പേടി പോലെ. ആബിയുടെ കാര്യം ആലോചിക്കുമ്പോൾ പറഞ്ഞു നിർത്തി. ഒരാളെ നമ്മൾ വിവാഹത്തിൽ നിർബന്ധിക്കുന്നത് ശരിയല്ല. അത് അവർക്ക് തോന്നേണ്ടതാ. പിന്നെ ഒരു മാരേജിന് നീ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രപ്പോസൽ നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അനുചേച്ചി എതിർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ലിലി. കാര്യങ്ങളെല്ലാം ശരിയാ. നിന്റെ നന്മയെക്കുറിച്ച് ഓർത്തില്ല ചേച്ചി ഇതൊക്കെ ചെയ്ത്. പിന്നെ നിനക്കിതിന് തീരെ താല്പര്യമില്ലെങ്കിൽ നിന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അയാളും ആരുമില്ലാത്തൊരു അനാഥനാ. നല്ലൊരു കുടുംബജീവിതം അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തർപ്പിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അനുചേച്ചിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ജോനാഥനെ വേണ്ടെന്നൊക്കെ എന്തോ എനിക്ക് പറ്റാത്ത പോലെ. അത് കേട്ടതിൽ ലില്ലി അവളെ നോക്കി. ജോനാഥൻ നല്ലൊരു മനുഷ്യനാ. അന്ന് സെമിത്തേരിൽ വെച്ച് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ കണ്ടുപിടിച്ചേനെ. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ അവർ കൊന്നേനെ. അബി? ലില്ലിയുടെ കണ്ണുകൾ ഭീതി വളർന്നു. പിന്നെ എൻ്റെ സ്വന്തം അനിയെന്ന് പറയുന്നവൻ ആ വീട്ടിൽ അടച്ചിട്ടപ്പോഴും അയാളെ എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പം നിനക്ക് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട് എങ്കിൽ പിന്നെ എന്താ ആലോചിക്കാനാ? ഒരു യെസ് അങ്ങോട്ട് പറയണം അല്ലേ? പിന്നെ അത് കേട്ടത് ലില്ലി വീണ്ടും ചോദിച്ചു. ഇനി എന്താ നിന്റെ പ്രശ്നം? അത് അഡ്വക്കേറ്റ് നയോമി. അതാരാ? അവർക്കെന്താ പറ്റിയത്? ലില്ലി ചോദിച്ചു. ജോൻ അവരുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിനെന്താ അന്വേഷിക്കട്ടെ? അതൊരു നല്ല കാര്യമല്ലേ? എനിക്കെന്തോ ഒരു പേടി പോലെ. അഡ്വക്കേറ്റ് നയോമിയുടെ മരണത്തിൽ പങ്കുള്ളവരോട് പ്രതികാരം ചെയ്യാനാണ് ജോനാഥിൻ്റെ ഭാവമെങ്കിൽ. മാത്രമല്ല ആ മരിച്ചെടുക്കുന്ന രവീന്ദ്രൻ്റെ ഫോട്ടോസ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. നയോമിയുടെ മരണത്തിൽ രവീന്ദ്രന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിലോ? ഓ എൻ്റെ പെണ്ണേ, അയാളെ കൊന്ന് ജോനാഥൻ സാറല്ലെന്ന് നിന്നേക്കാൾ അറിയാവുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ജോനാഥൻ നേരിട്ടൊന്നും ചെയ്തില്ല. കാരണം അന്ന് രാത്രി അയാളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ മറ്റാരെങ്കിലും ഉപയോഗിച്ച് ചെയ്തായിക്കൂടെ? ശരി, അങ്ങനെയെങ്കിൽ പോലീസ് കണ്ടെത്തിയ പ്രതിയോ? ഒരു സംശയത്തോടെ ലില്ലി ചോദിച്ചു. അയാൾക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല അയാൾ പോലീസിനോട് സഹകരിക്കുന്നില്ല. ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയ തിയറിയല്ലേ? പോലീസ് പിടിച്ച ബാബു അയാൾ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ ഗുണ്ടയാ. വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഏതോ ഗുണ്ടാക്രമത്തിലാണ് കൊന്നത്. എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. അതോ ആദ്യം നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്ന ആദ്യം നിർത്ത്. ജോനാ സാറൊന്നും ആവില്ല. ഇനിയിപ്പോൾ പോലീസ് പിടിച്ചാൽ നിനക്ക് ആ വീട്ടിൽ സുഖമായി കഴിയാലോ. ലില്ലി കളിയാക്കി പറഞ്ഞു. അത് കേട്ടതും അബിഗയിൽ അവളെ രൂക്ഷമായി നോക്കി. സത്യം പറയാലോ മോളെ, എല്ലാം നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം. അഡ്വക്കേറ്റ് നയോമിയുടെ മരണത്തെക്കുറിച്ച് പറ്റുന്ന പോലെ ഞാനൊന്ന് അന്വേഷിക്കാം. എന്നിട്ടൊരു വിവരം എനിക്ക് തരാം. എന്താ അതുപോലെ? ചിലപ്പോൾ അവരുടെ മരണം ഒരു അപകടമരണം തന്നെ ആയിരിക്കും. അവരന്ന് അന്വേഷിച്ചിരുന്ന കേസിനെ കുറിച്ച് വല്ല തുമ്പ് കിട്ടുമോ നോക്കാം. ലില്ലിയുടെ വാക്കുകൾ അവൾക്ക് അല്പം ആശ്വാസം പകർന്നു. ജോനാഥനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ജോണച്ചൻ അല്പം പരിഭ്രമമുണ്ടായിരുന്നു. കേട്ടുകഴിഞ്ഞതും അവൻ ഉറക്കെ ചിരിച്ചു. എന്റെ കർത്താവേ, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത് ജോന? ഒന്നുമില്ല, ഇതുപോലെതാ ടീച്ചർ അറിഞ്ഞോ? ഒന്നാമത് തന്നെ ഏതോ തീവ്രവാദിയെ പോലെയാണ് അവൾ കാണുന്നത്. സ്വാഭാവികം, അത് കുഴപ്പമില്ല. നിന്നെ കുറിച്ച് തിരക്കി വന്നപ്പോൾ എല്ലാ കാര്യവും ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞായി ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു ജോനാഥൻ. അല്ലാണ്ട് പിന്നെ ആലോചന വരുമ്പോൾ ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളൊന്നും ഉണ്ടാവരുതല്ലോ, അതാ.
കുറേ നാളുകളായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ? ചുമ്മാതല്ല വീട് വിൽക്കുന്ന കാര്യത്തിൽ അച്ഛൻ ഇത്ര വെപ്രാളം കാണിച്ച്. പക്ഷെ അവള് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ ജോണിന്? അതൊക്കെ എനിക്ക് വിടുമോനെ, എല്ലാ അനുരാധ ഏറ്റിട്ടുണ്ട്. ഓഹോ, അപ്പൊ ബ്രോക്കർ അവരാണ്. കാര്യമൊക്കെ ഞങ്ങൾ രണ്ടുപേർക്കും സുഖമുള്ള ഏർപ്പാടാ. ആ വീടും കിട്ടും, പേരിനൊരു കുടുംബമായി. അവൻ അവസാനം പറഞ്ഞു കേട്ട് ജോൺ അച്ഛനെ നെറ്റി വിളിഞ്ഞു. അല്ല മോനെ, എന്താ നീ ഉദ്ദേശിച്ച്? അത് മനസ്സിലായില്ല. ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാ. അത്ര ബുദ്ധിമുട്ടി നീ എന്നാ കെട്ടണ്ട. അതെല്ലാം മര്യാദക്ക് അവളെയും കെട്ടി 4-5 മക്കളുമായിട്ട് നല്ല ഭർത്താവായിട്ട് ജീവിക്കാമെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി എൻ്റെ പൊന്നു. കേട്ടോടാ പാട്ടുകാരാ. 4-5 കുട്ടികളോ? എന്നാ പിന്നെ അങ്ങോട്ട് 7 കുട്ടികളായിരുന്നെങ്കിൽ കോളം തികയും. 7s ഫുട്ബോൾ ടീം ഉണ്ടാക്കുകയും ചെയ്യാം പറഞ്ഞുകൊണ്ട് ജോനാഥൻ ചിരിച്ചു. അത് നീ പണ്ടേ മിടുക്കനാണെന്നറിയാലോ. ജോണും വിട്ടുകൊടുത്തില്ല. പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. പിന്നെ ഇതൊന്നും ആരോടും പറയണ്ട, അച്ഛൻ്റെ അനുശേഷിയുടെ ഗംഭീര പ്ലാനിങ് വിജയിച്ചു എന്ന് അവൾ കരുതിക്കോട്ടെ എന്നും പറഞ്ഞ് ജോനാഥൻ ചിരിച്ചു. ജോനാഥന്റെ സമ്മതം അറിഞ്ഞോടെ അനുശേഷി വളരെ സന്തോഷത്തിലാണ്. ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല. താനും സമ്മതം പറയുമെന്ന വിശ്വാസത്തിലാണ് ചേച്ചി. ലില്ലിയുടെ അന്വേഷണത്തിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അഡ്വക്കേറ്റ് നയോമി ഒറ്റക്കാണ് താമസിച്ചിരുന്നത്. മുകളിലെ പടിയിൽ നിന്ന് താഴേക്ക് തലയടിച്ച് വീണാണ് മരണപ്പെട്ടത്. ഒരുപക്ഷെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേന്നേ. ആ ഒരു കേസ് അന്വേഷിച്ചിരുന്നതിൻ്റെ ഒരു തെളിവും പോലീസിന് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ജോണച്ചൻ അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞ്? അന്ന് പ്രതീക്ഷിക്കാതെ ആബയുടെ ഫോൺ വന്നു. വീട് വിൽപ്പനയായതിനു ശേഷം അവൻ തന്നെ വിളിച്ചിട്ടില്ല. ഹലോ, ഞാൻ ചേച്ചിയുടെ ആരാ? എന്താ ആബ നിനക്ക്? എൻ്റെ അറിവിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആകെ അവകാശമുള്ള എനിക്കാണ്. ആഹാ, ആണോ? ചേച്ചിയിൽ നീ അവകാശമൊക്കെ പറയാൻ തുടങ്ങിയോ? ചേച്ചി വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ. നിന്റെ കൂടെ താമസിക്കുന്ന ആ പെണ്ണുപിളതെ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ചേച്ചിയുടെ കല്യാണക്കാര്യം. അതിന് ഞാൻ സഹകരിക്കണം പോലും. ഓ, അത് നിന്നോട് പറഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. നിനക്കതിൽ തീരെ താല്പര്യം കാണില്ല എന്ന് ഉള്ളിലെ പതർച്ച ശബ്ദത്തിൽ ഉണ്ടായിരുന്നില്ല. ആ പെണ്ണുപിള നിർബന്ധിച്ചിട്ടുണ്ടാവും. ചേച്ചിനെ നിന്നു കൊടുക്കണ്ട, ഞാൻ നോക്കിക്കോളാം നിന്റെ കല്യാണം. ഓ, നീ എനിക്ക് പിന്നെ സൽസ്വഭാവികളെ കൊണ്ടുതരും. അങ്ങനെ നീ കൊണ്ടുവന്നൊരു കല്യാണാലോചന കൊണ്ട് തന്നെ എനിക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ വല്ലാതെ ബുദ്ധിമുട്ടണ്ട കേട്ടോ. പറയുമ്പോൾ ഒരു പരിഹാസമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. ഓ, അവ ചേച്ചി കൂടി ഒത്തോണ്ടാണ്. അല്ല, അയാൾ ഇത്ര കാലം നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നെ ആരെ കാണിക്കാനാ ഇപ്പം ഇങ്ങനെ ഒരു കല്യാണം? ആബ, മര്യാദ സംസാരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ ചെകിടിയെ അടിച്ചു പിടിക്കും കേട്ടോടാ. ഒന്നും മിന്നാതെ ചേച്ചി. അനുരാധ എന്ന് പറയുന്നവൾക്കല്ലേ നിന്നെ കെട്ടിക്കാനിട്ട് വല്ലാത്ത വിഷമം. അതവർക്ക് അവനുള്ള അടുപ്പം കാണുമ്പോഴേ അറിയാം അവർ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന്. ചി മിണ്ടരുത് നീ. ഇങ്ങനെ തരം സംസാരിക്കുന്ന എനിക്ക് എങ്ങനെ കഴിയുന്നടാ? നിനക്ക് എന്നെ ഉള്ളാത്ത സഹോദര സ്നേഹം അനുശേഷിക്ക് എന്നോടുണ്ട്. എൻ്റെ ബാങ്ക് ബാലൻസ് എടുത്ത് നീ വിഷമിക്കേണ്ട, അത് ഞാൻ തോന്നുന്ന പോലെ ചെയ്യും. പിന്നെ ഈ കല്യാണം നടക്കും. അതിന് നീ വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോടാ. ഇത് പറയുന്ന അബിഗയിൽ എബ്രഹാം. ശേഷം ദേഷ്യത്തിൽ ഫോൺ വെക്കുമ്പോൾ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ കണ്ണുനീരിന് പകരം ഒഴുകുന്ന രക്തമാണെന്ന് തോന്നിയ നിമിഷം. ഒട്ടും കട്ടിയില്ലാത്ത രക്തം. ജോനയുടെ ഭാര്യയായി പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ ആ കണ്ണുകൾ കൊണ്ട് പരതി. വെറുതെയെങ്കിലും ആപ വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. അവൻ പൂർണ്ണമായും തന്നിൽ നിന്ന് അകന്നുവെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത അവളോട് തന്നെ അവൾക്ക് പുച്ഛം തോന്നി. മേഴ്സി അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും ചുംബിച്ചു. ശേഷം അവൾ അമ്മച്ചിയെ ജോനാഥിന് പരിചയപ്പെടുത്തി. വയനാട്ടിലുള്ള എൻ്റെ മേഴ്സി അമ്മച്ചി. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 മാസം ഇവിടെ കൂടെ നിന്നിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൂളിൽ താൽക്കാലിക വേക്കൻസിൽ ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. തനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ ഇഷ്ടമായിരുന്നു. അവിടെ വെച്ച് ആദ്യമായി മുട്ടിട്ട പ്രണയമെന്ന വികാരം അതുമൂലം മനസ്സിനേറ്റ മുറിയുമാണ്. പിന്നെ ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് പോകാൻ തോന്നിപ്പിക്കാതിരുന്നത്. മേഴ്സി അമ്മച്ചിയും കുടുംബവും പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു. ഞാൻ വീട്ടിലേക്കും വന്നു. തോമസേടൻ താമസം മാറാൻ ഇനിയും 2 ആഴ്ചയുണ്ട്. അനുചേച്ചി ഇന്നാണ് പോകുന്നത്. പോട്ടടി എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ പുണർന്നപ്പോൾ 2 പേരുടെയും കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടിയിരുന്നു. ഇതുവരെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇനി കൂടെയില്ല എന്ന യാഥാർത്ഥ്യം 2 പേരുടെയും മനസ്സിലും വേദന നിറച്ചു. എങ്കിലും അനുരാധയുടെ മനസ്സിൽ അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു എന്ന സമാധാനമുണ്ടായിരുന്നു. രാത്രി ബാൽക്കണിയിൽ ഇരിക്കുന്ന അവിടെ അരികിൽ അവൻ ചെന്നു. ഡോ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, താൻ ഏത് നേരം ഈ സെമിത്തേരിയിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരുന്ന പിന്നെങ്ങനെയാ ആ പാട്ടുകാരൻ്റെ ആത്മാവ് കാമുകയെ തേടി വരിക? എന്തു പറ്റി? അനുചേച്ചി പോയ വിഷമത്തിലാണോ താൻ? വിഷമിക്കണ്ട കേട്ടോ, നമുക്കിടയ്ക്ക് ചേച്ചിയുടെ വീട്ടിലേക്കും പോവാം. മനസ്സിലൊരു ഭാരം ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അനുചേച്ചിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാമല്ലോ. അതെല്ലാം അത്ര തന്നെയുള്ളൂ. ചേച്ചിക്ക് ഇപ്പോൾ ഒരു സങ്കടം കാണും, പിന്നീട് അത് ശരിയായിക്കോളും. പിന്നെ ചേച്ചിക്ക് ഒരു കുടുംബമൊക്കെ ഇല്ലേ? താനൊന്ന് മനസ്സിലാക്കണം, എല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവില്ല. അവളൊന്ന് മൂളി. വാ, ഇവിടെ ഇരിക്കണ്ട, അകത്തേക്ക് പോവാം. സ്കൂളിലെല്ലാവരും ഞങ്ങളുടെ ഇത് പ്രണയവിവാഹമാണെന്നാണ് കരുതിയിരിക്കുന്നത്. ആദ്യമെല്ലാം താനെ തിരുത്താറുണ്ടെങ്കിലും ജോനയിലെ ഒരു കുസൃതിച്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആപ കല്യാണത്തിനില്ലാതിരുന്നും ആളുകളിൽ സംശയങ്ങളുണ്ടാക്കി. ഇപ്പോൾ താനും എതിർക്കാൻ പോവാറില്ല.
അവർക്ക് അങ്ങനെ വിചാരിക്കാനാണ് താല്പര്യമെങ്കിൽ പിന്നെ താൻ എന്ത് ചെയ്യാനാണ്? ആബ് പിന്നീട് ഒരിക്കൽ പോലും തന്നെ വിളിച്ചില്ല. അവൻ വിചാരിച്ചതാണ് ഇനി ഒന്നും തന്നെ എന്നിൽ നിന്ന് അവന് കിട്ടാനില്ലെന്ന്. ഞാനിപ്പോൾ ജീവിതത്തിൽ സന്തുഷ്ടയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ താഴെയാണ് ഞങ്ങളുടെ ബെഡ്റൂം. ജോൻ ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് താൻ ഇപ്പോഴും പോവാറില്ല. അങ്ങനെ സംശയങ്ങൾക്കൊക്കെ ഞാൻ വിലങ്ങിട്ടു. വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടായിരുന്നെങ്കിലും ജോനയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും പരിചരണവും അത് മാറ്റിമറിച്ചു. തന്റെ പിരീഡ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോഴാണ് തന്റെ ടേബിൾ വെച്ചിരിക്കുന്ന കടലാസ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സംശയത്തോടെ അത് എടുത്ത് തുറന്നു നോക്കി. ജോന സാറ് കൊണ്ടുവച്ചിട്ട് പോയതാ. എന്താ ടീച്ചറെ, ലവ് ലെറ്റർ ആണോ? ദേവി ടീച്ചർ ഒരു ചിരിയോടെ ചോദിച്ചു. എൻ്റെ പൊന്നു ടീച്ചറെ, ഇത് ടീച്ചറിനെ വായിച്ചു നോക്കൂ. ലീവ് എടുത്ത് പോകുന്നു, വരാൻ വൈകുന്നു. ഇതിവിടെ ആരുടെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചാൽ പോരെ? സാറ് ഉത്തരവാദിത്തത്തോടെ ചെയ്തല്ലേ? പ്രസന്നകുമാർ സാറ് പറഞ്ഞതും അതെല്ലാവർക്കും ചിരിക്കാനുള്ള വകയായി. പണ്ടൊരുത്തം കയറി ചീത്ത വിളിച്ചണ്ടാണ് നിനക്ക് കത്തിനോട് ഇത്ര കയ്പ്? ലിലി അവൾക്കരികിലേക്ക് ചാഞ്ഞ് ശബ്ദം കൂടെ ചെവിയിൽ ചോദിച്ചു. എൻ്റെ ഏതോ പൊട്ടുപുതി ഗതികെട്ട നേരത്താ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ട് അവൾ തലയിൽ കൈവച്ചു. സമയം മുമ്പോട്ട് പോകും തോറും ജോന വൈകുന്നതിൽ തനിക്കൊരാശങ്ക തോന്നി. മുകളിൽ ബാൽക്കണിയിൽ ഇരിക്കുന്ന പതിവ് ഇപ്പോഴുമുണ്ട്. സമയം 8:30 കഴിഞ്ഞു. ജോന ഇതെവിടെ പോയതാണ്? സമയം പോയിക്കൊണ്ടേയിരുന്നു. എനിക്ക് ദേഷ്യവും ആമർഷവും തോന്നി. വൈകുമെന്ന് എഴുതിയിട്ടുമുണ്ട്. ജോനാഥനൊപ്പമുള്ളപ്പോൾ അവൾ സന്തുഷ്ടിയാണ്. ഇന്നിനി വരുന്നില്ലേ? എന്നാ പിന്നെ അന്ന് വിളിച്ച് പറഞ്ഞൂടെ? എന്തേലും കാണിക്കട്ടെ, ഞാൻ കഴിക്കാൻ പോവാ. പേരിന് കുറച്ച് ആഹാരം എടുത്ത് കഴിച്ചു. വിശപ്പൊന്നും തോന്നിയിരുന്നില്ല. ലിവിംഗ് റൂമിൽ സോഫയിൽ വന്നിരുന്ന് കണ്ണടച്ചതാണ്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടിട്ടാണ് കണ്ണ് തുറന്നത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 10:30 കഴിഞ്ഞിരിക്കുന്നു. ജനൽ തുറന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ജോണച്ചനെ കണ്ടു. സംശയത്തോടെ വാതിൽ തുറന്നു. ആ ബി, നീ പേടിക്കണ്ട, അവന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. നോ, എന്താ എന്ത് പറ്റി? എന്റെ ജോനക്ക് പറയ് ജോണച്ച. ഏയ് അബി, നീ ഇങ്ങനെ അപ്സെറ്റ് ആവില്ലേ? അവനൊന്നുമില്ല. എന്നെ വിളിച്ചു പറഞ്ഞ അവനാ, ഒരു ചെറിയ ഫ്രാക്ചർ, അത്രയേ ഉള്ളൂ. ഞാനും വരുന്നു ജോണച്ച. ശരി, എന്നാ വേഗം വാ. നിന്നോട് പറയണ്ടെന്നാണ് അവൻ പറഞ്ഞു. എന്നാൽ സംഭവിച്ച അത്രയും ചെറിയ അപകടമായിട്ട് തോന്നിയില്ല. പറയുമ്പോൾ അവന്റെ കാര്യം അറിയാൻ അവളേക്കാൾ അവകാശം ആർക്കാണ് ഉള്ളതെന്ന് ആ വൈദികൻ ചിന്തിച്ചു. ജോനയെ കണ്ടപ്പോൾ തന്നെ തൻ്റെ ഉള്ളം പിടഞ്ഞു. കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, നെറ്റിയിൽ ചെറിയ മുറിവ്. പക്ഷേ എന്നിട്ടും മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. നിങ്ങളെന്തൊരു ദുഷ്ടനാണ് അച്ചു. ഇവളോട് പറയണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ? കൂട്ടിനാരും നിർത്താനല്ലേ പറഞ്ഞിരുന്നത്? വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇന്ന് വരില്ലെന്ന്. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടി വന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മകളുടെ അവകാശം ഞാൻ നിഷേധിക്കില്ല. രണ്ടുപേരും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചു. ശേഷം അപകടത്തിനെ പറ്റി ജോണച്ചൻ തിരക്കി. ഇടിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ഇതുവരെ തന്നോടായി പറഞ്ഞത് ഇത് മാത്രമാണ്. ഞാനെന്തായാലും ഇനി വീട്ടിലേക്ക് പോകുന്നില്ല, അച്ഛൻ പൊക്കോ. ഇവിടെ കിടന്ന മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. നിനക്ക് നാളെ ക്ലാസ്സിൽ പോകണ്ടേ? അതിന് നാളെ ഞാൻ പോകുന്നില്ലല്ലോ. ഒരു വാശിയോടെയായിരുന്നു അവളത് പറഞ്ഞു. ഞാൻ നാളെ വരാം. അത്രമാത്രം പറഞ്ഞിട്ട് ജോണച്ചൻ അവിടെ നിന്ന് ഇറങ്ങി. വെറുതെ ലീവ് കളയണോ അപ്പി? എൻ്റെ ലീവല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. പറയാതെ പോയതും പോരാ, എന്നിട്ടൊരു ആക്സിഡന്റും പറ്റി. നീ മിണ്ടാ കിടന്ന അവിടെ, അല്ല ഞാൻ വല്ലതും ചെയ്തു പോകും, പറഞ്ഞേക്കാം. ഓ, എന്നിട്ട് പോർഷൻ തീർന്നില്ലെന്ന് പറഞ്ഞു വന്നാലേ എൻ്റെ പീരീഡ് ഞാൻ തരില്ല കേട്ടോ. ആ പീരീഡ് എനിക്ക് വേണ്ട, പോരെ? അവളും വിട്ടുകൊടുത്തില്ല. PT പീരീഡ് ഉള്ളതിൻ്റെ അഹങ്കാരം നിനക്ക്. ആ സെക്യൂർ ഹുസൈൻ സാറ്, അയാളാ തന്നെ അയാളുടെ പീരീഡ് അന്ന് വഷളാക്കിയത്. വീണ ടീച്ചറിന്റെ മ്യൂസിക് പീരീഡ് എന്നാലും കിട്ടില്ല, കൊടുക്കേണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് വേണ്ട നിങ്ങളുടെ പീരീഡ്. പാമ്പിള്ളേർ നാളെ മാത്സ് പീരീഡ് ഇല്ലാത്തതുകൊണ്ട് സന്തോഷമാവും. അല്ലെങ്കിൽ നീയുള്ള പീരീഡെല്ലാം എടുക്കുന്നതെന്ന് പറഞ്ഞ് പിള്ളേർക്ക് സങ്കടമാണ്. ഞാനില്ലാത്തോ അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. മാത്സ് പീരീഡൊക്കെ തീരാൻ ഫ്രീ പീരീഡൊക്കെ എടുക്കേണ്ടി വരും. അല്ലാതെ ജോനിയെ പോലെ കഥയും പറഞ്ഞ് എൻ്റർടൈൻ ചെയ്തിരുന്നാലേ കാര്യം നടക്കില്ല. ഓ, ഞാൻ വളരെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നു. അല്ലാതെ നിന്റെ മാത്സ് അല്ല എൻ്റെ കെമിസ്ട്രി. പിന്നെ ക്ലാസ്സിൽ ഇത്രയ്ക്ക് ഗൗരവൊന്നും വേണ്ട. ഓഹോ, എൻ്റെ കുറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ടല്ലോ അല്ലേ? സന്തോഷം. ഞാൻ കിടക്കാൻ പോകുന്നു. രാവിലെ ഒരു ഫ്ലാസ്കുമായി അവൾ ക്യാൻറ്റീനിലേക്ക് ഇറങ്ങി. ജോണച്ചൻ വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും രാവിലെ ചായയും എന്തെങ്കിലും 2 കടികളും വാങ്ങാമെന്ന് കരുതി അവൾ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് മുന്നിലായി നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ചിരിച്ചു. രാമേട്ടൻ, ആ എന്താ ഇവിടെ? ജെനിയുടെ പപ്പയുടെ ഓഫീസിലെ ജോലിക്കാരനാണ്, ആന്റണി മുതലാളിയുടെ വിശ്വസ്തൻ. ഞാനിവിടെ ഒരാൾ കാണാൻ വന്ന. മോളെന്താ ഇവിടെ? എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റ് പറ്റി, ഇവിടെ ഉണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞോ? ആരൊന്നും പറഞ്ഞില്ല. ആർക്കും താല്പര്യമില്ലായിരുന്നു ഈ കല്യാണത്തിന്. ആപ പോലും വന്നില്ല. ആ, സ്നേഹിച്ച് കല്യാണം കഴിച്ചാണല്ലേ? അയാളൊരു ചിരിയോടെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറേഞ്ച് ചെയ്ത് രക്തബന്ധമുള്ളവരല്ല, മറിച്ച് സ്നേഹബന്ധമുള്ളവരാണെന്ന് മാത്രം. ആഹാ, ആരാള്? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സാറാ, ജോനാഥൻ ജേക്കബ് എന്ന പേര്. ആ പേര് കേട്ടതും അയാളുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി. ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മോളൊന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അയാൾ അവളെയും കൂട്ടി ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറിയുന്നു. മോളുടെ ഭർത്താവിന് ആൻഡോ സാർ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എന്ത് പ്രശ്നം? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് എന്നോടാണ്. ജോനാഥനെ അവർക്ക് അറിയ പോലുമില്ല. ആഹാ, എന്നാ അങ്ങനെയല്ല. മോളോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കണം. ആന്റണി സാറുമായിട്ട് കളിക്കാൻ ഇറങ്ങി അതൊരിക്കലും നല്ലതിനാവില്ല. സത്യം പറഞ്ഞാൽ മോളുടെ ഹസ്ബൻഡിനെ പറ്റി അന്വേഷിക്കാനാണ് ഞാനിവിടെ വന്നതന്നെ. സാറിൻ്റെ കൊട്ടേഷൻ പരിപാടികളിലൊന്നും ഞാനില്ലെങ്കിലും ഒക്കെ എനിക്കറിയാം. ഈ ആക്സിഡൻറ്റ് പോലും വെറൊരു ആക്സിഡൻ്റ് അല്ല. ഈ ആശുപത്രിയിൽ സാറിന് വലിയ പിടിപാടില്ല. അല്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് സാർ അന്വേഷിച്ച് ഇവിടെ എത്തിയേനെ. ജോനാഥൻ സാറിനെതിരെ ആൻഡോ സാർ എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്. സാറിനെതിരെ നിന്നവരെല്ലാം ഇതുപോലെ ഒരു ആക്സിഡൻറ്റിൽ പോയിട്ടുള്ളതാ. സ്നേഹം കൊണ്ട് പറയാ, മോളെ അയാളോട് എല്ലാം നിർത്താൻ പറയണം. അതും പറഞ്ഞ് തിരിഞ്ഞടന്ന് രാമേട്ടൻ ഒരു നിമിഷം അവിടെ നിന്നിട്ടും തിരിഞ്ഞു നോക്കി. മോളെ സൂക്ഷിക്കണേ. പറഞ്ഞതും ഒന്നും മനസ്സിലാതെ അവൾ അവിടെ തറഞ്ഞു നിന്നു. ജോണച്ചൻ വന്നപ്പോൾ വസ്ത്രങ്ങൾ എടുക്കുന്ന കാര്യം പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും അവൾ ആദ്യം പോയത് മുകളിൽ ആ മുറിയിലേക്കാണ്. അലമാരയുടെ താക്കോൽ മേശവലിപ്പിൽ നിന്നും കിട്ടി. അലമാര തുറന്നു. അതിലൊരു ഫയലുണ്ടായിരുന്നു. അതെടുത്ത് തുറന്നു നോക്കി പരിശോധിച്ചപ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. പലരുടെയും ഫോട്ടോഗ്രാഫ് അതിനകത്തുണ്ടായിരുന്നു. ആന്റണി അങ്കിളുടെയും രവീന്ദ്രന്റെയും ഫോട്ടോ ഒരു ഞെട്ടിലോടെയാണ് തിരിച്ചറിഞ്ഞത്. ഏതെല്ലാമോ പത്രങ്ങളുടെ കട്ടിങ്സും കൂടെ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ലിസ്റ്റിലേക്ക് ഒരു ഭയത്തോടെ അവൾ നോക്കി. രവീന്ദ്രന്റെ പേര് മാത്രം അതിൽ നിന്നും വെട്ടിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ആന്റണി എന്ന പേര് അവളെ ക്രൂരഭാവത്തോടെ നോക്കുന്ന പോലെ. അന്നത്തെ ദിവസം അവൾ ആകെ വല്ലാതായി. തൊട്ടടുത്ത ദിവസം ഡിസ്ചാർജാണ്. വീട്ടിൽ ചെന്ന് അല്പനേരം സംസാരിച്ചിട്ട് ജോണച്ചൻ തിരികെ പോയി. അത്താഴത്തിന് ശേഷം കണ്ണുകൾ വെറുതെ അടച്ചു. മടിയിലൊരു ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് കണ്ണുകൾ തുറക്കുന്നത്. മടിയിലിരിക്കുന്ന തന്റെ ഫയൽ കണ്ട് അവനൊന്ന് അമ്പരന്നു. മുന്നിൽ ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവളിലേക്ക് അവന്റെ കണ്ണ് ചാഞ്ഞു. ഇനി ഈ ലിസ്റ്റിൽ ആരൊക്കെ കൊല്ലപ്പെടാനുണ്ട്? മനസ്സിലെ ഭയവും സങ്കടവും ചേർന്ന് വന്ന ചോദ്യം. എന്താ, ഈ ഫയൽ ഞാൻ എടുത്തതിനാണോ ഇങ്ങനെ നോക്കുന്നത്? എനിക്കതിനുള്ള അവകാശം കാണില്ലായിരിക്കും അല്ലേ? ആളൊരു പുച്ഛത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞു. നിനക്ക് എൻ്റെതായ എന്തും എടുക്കാം. ഓ, ഭാര്യ എന്നുള്ള കൺസിഡറേഷൻ അല്ലേ? ആ, അത് തന്നെയാണ്. ഇപ്പൊ തൽക്കാലം നീ ഇവിടെ ഇരിക്കുക, പറയട്ടെ. ആള് തന്റെ അരികിലേക്ക് പിടിച്ചിരുത്തിയവൻ. നീ ചോദിച്ച സ്ഥിതിക്ക് നിന്നോടെല്ലാം ഞാൻ തുറന്നു പറയാം. അത് കേട്ടതും ആകാംക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എനിക്കിപ്പോൾ ഈ വിവാഹത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കേട്ടതും എന്തുകൊണ്ട് അവളുടെ മുഖം വാടി? അത് നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അതിനു മുന്നേ എനിക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവനെ തന്നെ നോക്കിയിരിക്കുന്നവളെ അവനും സ്നേഹത്തോടെ നോക്കി. ജോൺ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് നിനക്ക് ചിലതെല്ലാം അറിയാം. എന്നാൽ നിനക്കറിയാത്ത ചില നിഗൂഢതകളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതെന്നെ നയോമയായിട്ട് ബന്ധപ്പെട്ടതാണ്. നിനക്കിനെ നയോമയെന്ന് അഡ്വക്കേറ്റ് നയോമിയെ അറിയില്ലേ? അവൻ ചോദിച്ചപ്പോൾ അറിയാമെന്ന് അവൾ തലയാട്ടി. ശേഷം ആ ഫയലിൽ നിന്നൊരു പത്രക്കടലാസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. സാരംഗി ഗ്രൂപ്പിന്റെ ഉടമ ദാസ്ദേവന്റെ മരണത്തിനെ കുറിച്ചുള്ള പത്രവാർത്ത. നയോമ വക്കീലായിരുന്നെങ്കിലും പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. ഞങ്ങളെല്ലാം തുറന്നു പറയുന്ന കൂട്ടുകാരെ പോലെയായിരുന്നു. ആദ്യമായിട്ട് എന്നോടൊരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ദാസ്ദേവന്റെ കേസിനെ കുറിച്ചാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത അയാളുടെ മലയാളിയായ ദാസിന്റെ ഭാര്യ സഹോദരനെ, സച്ചിദാനന്ദൻ എന്നാണ് അയാളുടെ പേര്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ദാസിന്റെ ഭാര്യ സംഗീതദാസ് നയോമയെ കാണാൻ വന്നു. അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സഹോദരൻ തന്നെയാണ് കൊലയാളി എന്നാണ് അവരും കരുതിയിരുന്നത്. കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ ക്രമക്കേടുകൾ പലതും അവർ കണ്ടുപിടിച്ചു. അതുമാത്രമല്ല, തൻ്റെ കൂടെയുള്ളവരെന്നും തങ്ങളോട് ആത്മാർത്ഥമുള്ളവരിൽ നിന്നും അവർ മനസ്സിലാക്കി. മരിക്കുന്നതിന് ഏകദേശം 1 മാസം മുമ്പ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. മാധവൻ നമ്പ്യാർ എന്നൊരാളാണ് പാർട്ണർ. എന്നാൽ അതിൻ്റെതായ ഒരു രേഖ പോലും കമ്പനിയിലോ വീട്ടിലോ സൂക്ഷിച്ചിട്ടില്ല. സ്റ്റാഫുകൾക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അവർ മറച്ചു വെക്കുന്നു. ചതിയന്മാർ പലതും കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് സംഗീതയോട് പറഞ്ഞിരുന്നു. പക്ഷേ സച്ചിദാനന്ദനെയാണ് അയാൾ ഉദ്ദേശിച്ചെന്നാണ് സംഗീത കരുതിയിരുന്നത്. സച്ചിദാനന്ദന് ചെറിയ പലചരക്കടയാണ്. അല്പം മടിയുള്ള കൂട്ടത്തിലാണ് അയാൾ. എന്നാൽ അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടുവന്ന അയാളുടെ ഭാര്യയും മകളെയും അന്നത്തെ ദേഷ്യത്തിൽ അവരെ ആട്ടിയിറക്കി വിട്ടിരുന്നു. എന്നാൽ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയപ്പോൾ ദാസിന്റെ മരണത്തിൽ സംശയം തോന്നി തുടങ്ങി. പണത്തിന്റെ പേരിലാണ് കൊലപാതകമെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷെ ദാസിന് അയാളോട് നല്ല അടുപ്പായിരുന്നു. സച്ചിദാനന്ദനാണെങ്കിൽ അന്നത്തെ കാര്യം മാത്രം താല്പര്യമുള്ള ഒരു അലസനായിരുന്നു. രാത്രി യാത്രക്കിടയിൽ വിളിച്ചിറക്കി കുത്തിക്കൊലപ്പെടുത്താൻ തന്നെ സഹോദരന് കഴിയുമോ എന്ന് അവർ ചിന്തിച്ചു. ആലോചിക്കുന്നവർ അവർക്ക് പല സംശയങ്ങളും തോന്നി തുടങ്ങി. അന്നത് പോലീസിനോട് പറഞ്ഞെങ്കിലും അവരിൽ നിന്ന് കാര്യമായ മറുപടിയൊന്നും കിട്ടിയിരുന്നില്ല. മാധവൻ നമ്പ്യാർ എന്നൊരാളെ കണ്ടെത്താനും സാധിച്ചില്ല. എന്നിട്ട് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. സച്ചിദാനന്ദനല്ല കൊലയാളി എന്ന അനുമാനത്തിലായിരുന്നു ഞാനും നയോമയും. അയാൾക്കെതിരെയുള്ള പ്രധാന തെളിവ് ദാസിന്റെ ഡ്രൈവർ അനൂപിന്റെ മൊഴിയാണ്. അപ്പോൾ സച്ചിദാനന്ദൻ നിരപരാധിയാണെങ്കിൽ ഡ്രൈവർ അനൂപിന്റെ കള്ളമൊഴിയാണ്. അയാളെ കൊണ്ട് അത് പറയിപ്പിച്ച ആരാണെന്ന് അറിഞ്ഞാൽ സത്യത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ? അവൾ ആവേശത്തോടെ ചോദിച്ചു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലും. എന്നാൽ അതൊരു ഡെഡ് ലൈൻ ആണെന്ന് അധികം വൈകാതെ ഞങ്ങൾ മനസ്സിലാക്കി. വിധി വന്നതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് അയാൾ ജോലിക്കാരെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പിന്നീട് അയാൾ തിരികെ വന്നിട്ടില്ല. വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തില്ലേ? അയാൾ കല്യാണം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ്. അവരാണെങ്കിൽ ഒരു സുഖമില്ലാത്ത സ്ത്രീ. ഇയാൾ പോയതിനു ശേഷം 2 മാസത്തിന് ശേഷം അവരും മരിച്ചു. അപ്പം അയാൾക്ക് എന്താ സംഭവിച്ചത്? അതാണല്ലോ പ്രശ്നം. അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നിനക്ക് എന്താണ് തോന്നുന്നത്? അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ജോനാഥൻ ചോദിച്ചു. അയാൾ ഇത്രയും നാളായിട്ട് വരാതിരിക്കണമെങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ തോന്നൽ മാത്രമായിരിക്കും. ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണും, അല്ലെങ്കിൽ അയാളെ കൊന്നിട്ട് വർഷങ്ങളായി കാണും. ആര്? ഞെട്ടലോട് അവൻ ചോദിച്ചു. അയാളിൽ നിന്ന് ഈ സത്യങ്ങൾ പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ ആരോ അവർ തന്നെ. അത് കേട്ടത് അവൾക്ക് നേരെ മറ്റൊരു പേപ്പർ ജോനെ നീട്ടിയതും അവളത് വാങ്ങി സൂക്ഷിച്ചു നോക്കി. അതിലേക്ക് നോക്കി അവളൊരു നിമിഷം ഞെട്ടിപ്പോയി. നയോമ നന്നായി പരിശ്രമിച്ചെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കേട്ട വാർത്ത ഇതാണ്. ഗ്യാസ് സ്റ്റോവിൽ നിന്നും തീപിടിച്ച് സാരംഗി ഗ്രൂപ്പിന്റെ ഉടമ ദാസ് ദേവന്റെ ഭാര്യ സംഗീതദാസ് കൊല്ലപ്പെട്ടു. അതോടെ എന്ത് വില കൊടുത്തും സത്യം കണ്ടെത്തിയിരിക്കുമെന്ന വാശിയിലായിരുന്നു നയോമ. എന്നാൽ പപ്പയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ചൊന്നും തന്നെ എന്നോട് പറഞ്ഞിരുന്നില്ല. നയോമ കേസിന്റെ കാര്യമായിട്ട് തിരക്കിലായി. പിന്നീട് 2 വർഷങ്ങൾക്ക് മുമ്പ് നയോമ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഈ കേസിൻ്റെതായിട്ട് ഒരു രേഖയോ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം നയോമിയെ അവര് ജോണാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പിന്നീടുള്ള എൻ്റെ ലക്ഷ്യം നയോമിയുടെ മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എന്നായിരുന്നു. എന്നാൽ ദാസിൻ്റെയും കുടുംബത്തിൻ്റെയും മരണം അന്വേഷിച്ച പോലെ അതിനും സാധിക്കൂ. നയോമി എന്തൊക്കെ കണ്ടെത്തിയിരുന്നു. ആ തെളിവുകൾക്ക് വേണ്ടിയാ അവരെൻ്റെ നയോമി പറഞ്ഞതും വിതുമ്പിപ്പോയിരുന്നു. നയോമിയുടെ അന്വേഷണത്തിനെ കുറിച്ച് ആകെ അറിയുന്നത് പഴയ ഗുമസ്ത സുകുമാരൻ ചേട്ടനാണ്. ഞാൻ അയാളെ കാണാൻ പോയിരുന്നു, പക്ഷെ എന്നോടൊന്നും അയാൾ പറഞ്ഞില്ല. നീ അവിടെ ചെന്നു എന്നുള്ള കാര്യം അപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു. ആരും ഈ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഡ്രൈവർ അനൂപിൽ നിന്ന് തന്നെയാണ്. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അയാൾക്ക് രവീന്ദ്രനുമായി എന്തൊക്കെയോ അടുപ്പുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അയാൾ സീനിലേക്ക് വരുന്നത്. അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ, ഗുണ്ടായെന്നൊന്നും പറയാനാവില്ല, അവരുടെ ഒരു സഹായി, എൻ്റെ ഫ്രണ്ടിൻ്റെ റിലേറ്റീവാണ്. അവരിൽ നിന്നാണ് ഈ രഹസ്യവിവരം ഞാൻ അറിഞ്ഞത്. വീട്ടിൽ നിന്നും ജോലിയുടെ ആവശ്യത്തിന് പോകുന്നെന്ന് പറഞ്ഞിറങ്ങിയ അനൂപിനെ ഇവർ കൊണ്ടുപോയി കൊന്ന് മറവ് ചെയ്തു. അത് കേട്ടതും അറിയാതെ അവൾ കൈ വായിൽ വെച്ച്. എങ്ങനെയാണ് കൊന്നതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ ഒന്നും അവനറിയില്ല. ഇത്രയും തന്നെ അവൻ അവരുടെ വാക്കിൽ നിന്ന് ഊഹിച്ചെടുത്ത. അടുത്ത ചോദ്യം, അയാൾ ഇത് ആർക്ക് വേണ്ടി ചെയ്താണെന്നാ. രവീന്ദ്രൻ പലർക്കു വേണ്ടി കൊട്ടേഷൻ എടുക്കാറുണ്ട്. അതിൽ പ്രധാനി തന്നെയാണ് ആന്റണി. മനസ്സിന് വല്ലാത്തൊരു മരവിപ്പ് തോന്നി അയാളാവും എല്ലാത്തിനും പിന്നിലെന്ന് താൻ ഊഹിച്ചതാ. അവൾ മനസ്സിൽ പറഞ്ഞു. അയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വിവാഹം, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ജോനാഥന്റെ മനസ്സ് വേദനിക്കുന്നവൾ അറിഞ്ഞു. അവനവളുടെ കൈ മുറുക്കെ പിടിച്ചു. അത് നിന്നോട് ഇഷ്ടമില്ലാതിരുന്നുകൊണ്ടല്ല, ഒരു വിവാഹം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നോട് അടുത്തിൽ പിന്നെയാണ് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായത്. നിന്നോടൊപ്പം ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് മതിയെന്നായിരുന്നു. ജോൺ നിർബന്ധിച്ചപ്പോൾ ഈ വീട് നഷ്ടപ്പെടൂ, ഇവിടുന്ന് പോയാൽ നീ എന്നിൽ നിന്ന് അകന്നു പോകുമെന്നെല്ലാം ഞാൻ പേടിച്ചു. നിന്നെയും നീയുള്ള ഈ വീട് നഷ്ടപ്പെടുത്താൻ എന്നിലെ സ്വാർത്ഥം സമ്മതിച്ചില്ല. അതുകൊണ്ടാ സോറി. അത്രയും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. ഏയ് ജോന, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ ചോദിക്കുമ്പോൾ അവളും വിതുമ്പിപ്പോയിരുന്നു. ശേഷം അവനെ തന്റെ മാറോട് അണച്ചു പിടിച്ചു അബിഗയിൽ. കൊല്ലുകയല്ല എൻ്റെ ലക്ഷ്യം. ആരും നോക്കാതിരുന്നവനായിരുന്നു ഞാൻ. എനിക്കതാവാമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടത് അതല്ല. എന്ത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണോ അവരെന്നെ നയോമയെ ഇല്ലാതാക്കിയത്? ആ സത്യങ്ങൾ ഈ ലോകം അറിയണം. അതാണ് എൻ്റെ ലക്ഷ്യം. അവളുടെ മാറോട് ചേർന്ന് ചാഞ്ഞു കിടക്കുമ്പോഴും അവനതൊരു വിതുമ്പലോടെ പറഞ്ഞു. ദാസിനെയും കുടുംബത്തിനെയും കൊന്നു ആ ഡ്രൈവറെയും നയോമയെ ഇല്ലാതാക്കി. ജോനെ വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? ഈ അപകടം തന്നെ അയാളുടെ പ്ലാനിങ്ങാ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എൻ്റെ നയോമയോട് എനിക്കൊരു കടമയില്ലേ? മരിച്ചപ്പോഴേക്കാൾ ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു നയോമ മറ്റുള്ളവരുടെ സഹതാപം ഏറ്റുവാങ്ങിയത്. അവരുടെ ജീവിതം പലർക്കൊരു ചോദ്യചിഹ്നമായത്. എന്നാൽ ആ ജീവിതം തന്നെ ഞാനായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ നയോമയുടെ മരണത്തിന് കാരണക്കാരായവരെ ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? വേണം. അതിനുമുമ്പ് എനിക്കൊരു കണ്ടീഷനുണ്ട്. ഉറച്ചതായിരുന്നു അവളുടെ സ്വരം. അവൻ സംശയഭാവത്തിൽ അവളെ നോക്കി. ഇനി നമുക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. ഈ പോരാട്ടം നമ്മൾ ഒരുമിച്ചായിരിക്കും. നീ എന്തൊക്കെയായി പറയുന്ന അബി? എതിർക്കരുത്. എനിക്കിനി ആരെയും നോക്കാനില്ല. ആകെയുള്ളവന് ചേച്ചി ശത്രുപക്ഷത്താ. കണ്ണീരിന്റെ നനവുള്ള വാക്കുകൾ കേൾക്കെ ജോനാഥൻ അവളെ തന്നെ മാറോട് അണച്ചു പിടിച്ചു. ശേഷം ആ തലമുടിയിൽ അരുമയായി തലോടി. അവളുടെ ഹൃദയത്തിലെ ചോര പൊടിയുന്ന നോവാണ് ആബേൽ എബ്രഹാം എന്ന് അവൻ മനസ്സിലാക്കിയായിരുന്നപ്പോൾ. നീതിയുടെ വെളിച്ചത്തിൽ വെളിപ്പെടുന്നവരിൽ ആ മുഖമുണ്ടാവുമോ? ആത്മാവിൻ്റെ സംഗീതം, ഉദ്യോഗജനകമായ അവസാന ഭാഗം നാളെ ഇതേ സമയം.